الحمد لله رب العالمين. اللهم لك الحمد على نعمة الإسلام والإيمان، ولك الحمد أن جعلتنا من أمة محمد صلى الله عليه وسلم. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. نشهد أنه بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وأمهات المؤمنين والمجاهدين في سبيل الله. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان، فمن شهد منكم الشهر فليصم، ومن كان مريضا أو على سفر فعدة من أيام أخر، يريد الله بكم اليسر ولا يريد بكم اليسر، ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. ഏറെ ആദരണീയരായ വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും വിരോധനങ്ങളും ജീവിതത്തിൻ്റെ വൈയക്തികവും കുടുംബപരവും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ എവിടെയൊക്കെയാണോ നാം ഇടപെടുന്നത് അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ കാത്ത് സൂക്ഷിച്ച് ഭയപ്പാടോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സുകൾക്ക് ഏറെ ആശ്വാസവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന പരിശുദ്ധ റമദാനിൻ്റെ പുണ്യമേറിയ രാപ്പകലുകൾ സമീപത്തേക്ക് വന്നു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മളെല്ലാം ചിന്തകളിലും ഒരുക്കങ്ങളിലും വലിയ പ്ലാനിങ്ങുകളിലുമാണുള്ളത്. പെരുന്നാൾ അതിനോടനുബന്ധിച്ച ടൂറ് വരെ ആളുകൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ശക്തമായ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടത് അവൻ്റെ ആഖിറത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള കർമ്മ മേഖലകളിലായിരിക്കും. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന രാപ്പകലുകളുടെ പ്രത്യേകതകളും അതിൻ്റെ ശ്രേഷ്ഠതകളും പലപ്പോഴും ഓരോ റമദാനുകളും മുൻപിലേക്ക് വന്നണയുന്ന സന്ദർഭങ്ങളിൽ കേൾക്കാറും അറിയാറുമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുക, ഒരു ചെറിയ റിഫ്രഷ്മെൻറ്റ്, ഒന്ന് പുതുക്കുക, അത്രമാത്രമാണ് സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച് ഒരു വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥയുടെ ഭാഗമാണ് ചില ഫളലുകൾ, ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ ഒന്നിനെ അപേക്ഷിച്ച് അവൻ ഉണ്ടാക്കി എന്നുള്ളത്. ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്നിന് ശ്രേഷ്ഠത ഉണ്ടെന്ന് പറയുമ്പോൾ, അള്ളാഹു ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ, ആ ശ്രേഷ്ഠതകളെ അറിയുക, പരിശോധിക്കുക, പഠിക്കുക, ആ മഹത്വങ്ങളെ മനസ്സിലാക്കുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഗൗരവത്തോടുകൂടി പരിഗണിക്കപ്പെടേണ്ട വിഷയമാണ്. ചില പ്രപഞ്ച സംവിധാനങ്ങളെ, പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളെ തൊട്ട് അള്ളാഹു സത്യം ചെയ്യുന്നത് കാണാം. വശംസി വൽ ഖമരി വല്ളുഹ. അങ്ങനെ ചിലതിനെ സത്യം ചെയ്യാൻ ഉപയോഗിക്കാതിരിക്കുകയും മറ്റു ചിലതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവയ്ക്ക് ചില പ്രത്യേകതകളുണ്ടായി. അതറിയണം. ആ പ്രത്യേകതകൾ അറിയുമ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മഹാത്മ്യവും ഗൗരവവും നമുക്ക്
ബോധ്യപ്പെടുകയുള്ളൂ. അള്ളാഹു ചില സമയങ്ങൾക്ക് പ്രത്യേകതകൾ അറിയിച്ചിട്ടുണ്ട്, ചില സ്ഥലങ്ങൾക്ക് പ്രത്യേകതകൾ അറിയിച്ചിട്ടുണ്ട്, ചില വ്യക്തികൾക്ക് പ്രത്യേകതകളുണ്ട്, ചില കാലത്തിന് പ്രത്യേകതകളുണ്ട്. ഈ പ്രത്യേകതകളുടെ കൂട്ടത്തിൽ മാസങ്ങളിൽ വളരെയധികം പ്രത്യേകത കൽപ്പിക്കപ്പെട്ട മാസമാണ് പരിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാസങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ റമദാനിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ധാരാളം ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ രാവും അതിൻ്റെ പകലും ശ്രേഷ്ഠമാണ്. ആ ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നത് അത് നഷ്ടപ്പെടുത്താതെ അത് പൂർണ്ണമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി. അതിൻ്റെ എല്ലാ ദിവസവും ശ്രേഷ്ഠമാണ്. റമദാൻ ആ പദത്തിൻ്റെ അർത്ഥം കരിച്ചു കളയുന്നത് എന്ന്. മനുഷ്യന്റെ പാപങ്ങളെ പൂർണ്ണമായി അതുവരെ സംഭവിച്ചതെല്ലാം കരിച്ചു കളയപ്പെടാൻ ആ രാപ്പകലുകളെ ഒരു മിനിറ്റിനെ പോലും വൃഥ നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ ഫളിനെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. റമദാനിന്റെ പ്രത്യേകതകൾ എടുത്തു പറയുമ്പോൾ ഒന്നാമത്തെ പ്രത്യേകത, ഞാൻ എൻ്റെ സംസാരം ആരംഭിക്കുമ്പോൾ നിങ്ങളെ കേൾപ്പിച്ച വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 185-ാമത്തെ ആയത്ത് അല്ലാഹു പറയുന്നു, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹി അൽ ഖുർആൻ, അത് ഖുർആൻ അവതീർണമായ മാസമാണ്. അത് റമദാനിന്റെ ഒരു പ്രത്യേകതയാണ്. വിശുദ്ധ ഖുർആനിനെ ആദ്യമായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത മാസമാണ് ഖുർആൻ. ആദ്യം ഖുർആനിന്റെ ഫള് അറിയണം, ഖുർആനിന്റെ മഹത്വം അറിയണം. അപ്പോഴേ ആ ഖുർആനിന്റെ അവതരണാരംഭം കുറിച്ച റമദാനിന്റെ മഹത്വത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യ സൃഷ്ടികൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ഹവ്വ അലൈഹിസ്സലാം, അവരെ രണ്ടുപേരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച് വളരെ സുഖസൗകര്യങ്ങളോടുകൂടി ജീവിതം മുഴുവൻ ആസ്വദിച്ച് ജീവിക്കുവാൻ അനുവാദം നൽകി. പക്ഷേ ഒരു ഉപദേശം അവരോട് നൽകിയിരുന്നു. പിശാചിനെ, ഇബ്ലീസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഇന്നഹു അദുവുൻ ലക് വലിസൗജിക്, ഈ ഇബ്ലീസ് നിനക്കും നിന്റെ ഭാര്യക്കും ശത്രുവാണ് കേട്ടോ. ആ ഇബ്ലീസ് വന്നുകൊണ്ട് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണത്തെ സംബന്ധിച്ച് കഴിക്കാൻ പ്രേരണ നൽകി. ശത്രുവാണെന്നും അള്ളാഹു നൽകിയ താക്കീദിനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മറന്നുപോയി. ഫനസിയ ആദം എന്ന ഖുർആൻ പരിചയപ്പെടുത്തിയത് മറവി സംഭവിച്ചു. അതിന്റെ ഫലമെന്നോണം പുറത്തേക്ക് പോരേണ്ടി വന്നു. ആ പോരുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞു, ഖുൽനഹുബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 38-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു അവരോട് പറഞ്ഞു, നിങ്ങൾ ഒന്നടങ്കം ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങിപ്പോകണം. എന്റെ അടുക്കൽ നിന്നുള്ള ഹുദ, മാർഗദർശനം, എങ്ങനെയാണ് ഭൂമിയിലെത്തിയാൽ നിങ്ങൾ ജീവിക്കേണ്ടത്, നിങ്ങൾ എന്താണ് വിശ്വസിക്കേണ്ടത്, നിങ്ങൾ എന്ത് കർമ്മങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത്, നിങ്ങൾ ഏതു തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്, കഴിക്കാൻ പാടില്ലാത്തത്, നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോൾ അതെങ്ങനെയായിരിക്കണം, എങ്ങനെ ആകാൻ പാടുള്ളതല്ല, നിങ്ങളുടെ മാതാപിതാക്കളും ഭാര്യ ഭർത്താക്കന്മാരും മക്കളും അയൽവാസികളും തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ, ഈ ബന്ധങ്ങൾ പാലിക്കപ്പെടേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങി മനുഷ്യൻ ഭൂമിയിലേക്ക് വന്ന് മരണപ്പെട്ടു പോകുന്നതിനിടക്ക് അവൻ പാലിക്കപ്പെടേണ്ട സർവമാന നിയമങ്ങളും അടങ്ങുന്ന അള്ളാഹുവിന്റെ ഹിദായത്ത് അത് നിരന്തരമായി വന്നുകൊണ്ടേയിരിക്കും. ഫമൻ തബിഅ ഹുദായ, ആരാണോ ആ മാർഗത്തെ പിൻപറ്റുന്നവൻ, പിന്തുടരുന്നവൻ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവന് ദുഃഖിക്കേണ്ടി വരികയില്ല, അവന് ഭയപ്പെടേണ്ടി വരികയില്ല എന്ന്. രണ്ട് വികാരങ്ങളെയാണ് അള്ളാഹു അവിടെ എടുത്തു പറഞ്ഞത്. ഒന്ന്, മനുഷ്യന് ദുഃഖം ഉണ്ടാവും. അവൻ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളെ വിലയിരുത്തുമ്പോൾ സാമ്പത്തിക നഷ്ടങ്ങളെ, മക്കളുടെ നഷ്ടങ്ങളെ, ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങളെ ഓർത്തുകൊണ്ടുള്ള ദുഃഖം. അവൻ ഭാവിയിലേക്ക് ചിന്തിക്കുമ്പോൾ വരാനിരിക്കുന്ന പ്രയാസങ്ങളെ ഓർത്തുകൊണ്ടുള്ള ഭയപ്പാട്. ഇത് മനുഷ്യന്റെ ജീവന്റെ കൂടെ, ജീവിതത്തിന്റെ കൂടെ അവന്റെ അസ്തിത്വത്തോട് ലയിച്ചു ചേർന്ന രണ്ട് വികാരങ്ങളാണ്. ഈ രണ്ട് വികാരങ്ങളിൽ നിന്നും മുക്തമായി സമ്പൂർണമായ സമാധാനം ഭൂമിയിൽ ജീവിക്കുമ്പോൾ മനുഷ്യന് ഉണ്ടാവണമെങ്കിൽ
അവൻ അള്ളാഹുവിന്റെ ഹിദായത്തിനെ സ്വീകരിക്കണമെന്ന്. ആ ഹിദായത്താകുന്ന പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിച്ചത് ഈ പരിശുദ്ധമായ റമളാനിലാണ്. അതാണ് റമളാനിന്റെ ഒന്നാമത്തെ പ്രത്യേകത. ഇമാം മുസ്നദ് അഹ്മദ് രേഖപ്പെടുത്തുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, ഉൻസിലത് സുഹഫ് ഇബ്രാഹിം, ഇബ്രാഹിമിന് സുഹഫുകൾ ഇറക്കി കൊടുത്തു ഫി അവ്വലി ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിന്റെ ഒന്നാമത്തെ നോമ്പിന്റെ രാത്രിയിലാണ് സുഹഫ് ഇബ്രാഹിം വ മൂസ എന്ന് സൂറത്ത് അഅലയിൽ നമ്മൾ പാരായണം ചെയ്യുന്ന ഇബ്രാഹിം നബിയുടെ ഏടുകൾ നൽകപ്പെട്ടത്. വ ഉൻസിലത്ത് തൗറാത്ത്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തൗറാത്തിനെ ഇറക്കി കൊടുത്തത് ലിസിത്തിൻ മളീന മിൻ റമളാൻ, റമളാനിൽ നിന്ന് 6 ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷം 7ാമത്തെ ദിവസത്തിന്റെ രാത്രിയിലായിരുന്നു. വലിൻജീൽ ലിസലാസ അശറത ഖലത് മിൻ റമളാൻ, റമളാനിൽ നിന്ന് 13 ദിവസങ്ങൾ പിന്നിട്ട് 14ന്റെ രാവിലായിരുന്നു ഇൻജീലിനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇറക്കി കൊടുത്തത്. വ ഉൻസിലൽ ഫുർഖാൻ, സൂറത്ത് ബഖറയിൽ അല്ലാഹ് ഫുർഖാൻ എന്ന് പരിചയപ്പെടുത്തിയ പരിശുദ്ധ ഖുർആൻ, അതിന്റെ അവതരണം ഉണ്ടാകുന്നത് റമളാനിൽ നിന്ന് 24 ദിവസം പിന്നിട്ട് 25ന്റെ രാവിലായിരുന്നു എന്ന് സ്വഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹിദായത്താകുന്ന വേദഗ്രന്ഥങ്ങളെ വ്യത്യസ്തങ്ങളായ കാലഘട്ടങ്ങളിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്ത മാസമാണ് പരിശുദ്ധമായ റമളാൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്താണ് ഈ മാസത്തിന്റെ പ്രത്യേകത? അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യം, അവന്റെ റഹ്മത്ത് അടിമകളുടെ മേൽ ചൊരിയപ്പെടുന്ന മാസമാണ്. ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ സുഫിദത്ത് ശയാതീൻ വമറദത്തുൽ ജിന്ന് വഅല്ലഖത്തിൽ അബ്വാബുൻ നാർ ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ വഫുതിഹത് അബ്വാബുൽ ജന്ന ഫലം യഗ്ലിഖ് മിൻഹാ ബാബുൻ വയുനാദി. റമളാനിന്റെ ഒന്നാമത്തെ രാത്രി, മാസപ്പിറവി ദർശിച്ച 1ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ച ആദ്യം രാത്രി, ആ രാത്രിയിൽ പിശാചുക്കളെ, ജിന്ന വിഭാഗത്തിൽപ്പെട്ട മനുഷ്യ വിഭാഗത്തിന്റെ ശത്രുക്കളായ കാഫിറുകളായ ജിന്ന വിഭാഗത്തെ അവരെ ചങ്ങലകളിൽ ബന്ധനസ്ഥരാക്കും. നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും, അതിൽ നിന്ന് ഒന്നുപോലും തുറന്നിടുകയില്ല. സ്വർഗത്തിന്റെ മുഴുവൻ കവാടങ്ങളും മലക്കെ തുറന്നിടപ്പെടും, അതിൽ നിന്ന് ഒന്നുപോലും അടച്ചിടപ്പെടുകയില്ല. എന്നിട്ട് രാത്രിയിൽ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈർ, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ. നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടോ? വരൂ, മുന്നോട്ട് വരൂ, നന്മയിലേക്ക്, നന്മകളുടെ മേഖലയിലേക്ക്, അതിന്റെ വിശാലമായ ലോകത്തേക്ക് കുതിച്ചു വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയാനുള്ള ആളുകളെ, മലക്കുകളെ നിയോഗിതരായി അവർ വിളിച്ചു പറയുന്ന മാസമാണ് പരിശുദ്ധമായ റമളാൻ മാസം എന്ന് പറയുന്നത്. ഒരൊറ്റ രാവ്, ആ ഒരൊറ്റ രാവ് കൊണ്ട് 1000 മാസങ്ങൾ തുടർച്ചയായ കർമ്മങ്ങൾ ചെയ്താൽ അതിന്റെ പ്രതിഫലം ഒന്നടങ്കം വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു രാവ്, ലൈലത്തുൽ ഖദ്ർ എന്ന ഒരു വർഷം ഭൂമിയിൽ നടപ്പിലാക്കപ്പെടേണ്ട അള്ളാഹുവിന്റെ നിയമങ്ങൾ മുഴുവൻ, അതിന്റെ കൽപ്പനകളെ ഏറ്റുവാങ്ങിക്കൊണ്ട് മലായിക്കത്തുകൾ ഒന്നടങ്കം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മറ്റു മലായിക്കത്തുകളും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ആ ലൈലത്തുൽ ഖദ്റിന്റെ രാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തിയത്, പരിഗണിച്ചത് ഈ പരിശുദ്ധമായ റമളാൻ എന്ന് പറയുന്ന മാസത്തിൽ. ആ മാസത്തിന്റെ ഫള്, അങ്ങനെ ഒരു ദിവസം അവിടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ്, ആ തിരിച്ചറിവായിരിക്കണം നമുക്ക് ആ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിന് വലിയ സന്തോഷവും വലിയ ആനന്ദവും. 30, 40, 50 ഒക്കെ വയസ്സുകൾ ജീവിതത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. ആ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ ജീവിത രീതികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. അവിടെയൊക്കെ പൊറുക്കപ്പെടാനും അവ മുഴുവൻ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളയപ്പെടാനും അനിവാര്യമായ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു അവസരമാണ് വരാനിരിക്കുന്നത് എന്നുള്ള ശക്തമായ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. റമളാനിന്റെ പ്രത്യേകത, വിശുദ്ധ ഖുർആൻ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നത് സൂറത്തുൽ ബഖറയുടെ 183 മുതൽ 186 വരെയുള്ള 87 വരെയുള്ള 5 ആയത്തുകളിലൂടെ. ഈ 5 ആയത്തുകളിൽ 4 ആയത്ത് നോമ്പിന്റെ നിയമങ്ങളാണ്. അതിൽ ഒരായത്ത് നോമ്പുമായി നേർക്ക് നേരെ ബന്ധമുള്ള, നോമ്പുമായി ബന്ധപ്പെട്ട കാര്യമല്ല, മറിച്ച് അല്ലാഹു പറയുന്നു, വഇദാ സഅലക ഇബാദി
അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ വഇദാ സഅലക ഇബാദി എന്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ അവരോട് പറയണം അന്നി ഖരീബ് ഫഇന്നി ഖരീബുൻ ഞാൻ വളരെ സമീപസ്ഥനാണ്. അതുകൊണ്ട് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബൂ ലി ആരെങ്കിലും ദുആ ചെയ്യുന്നുവെങ്കിൽ ആർക്കെങ്കിലും ദുആ ചെയ്യണമെങ്കിൽ അവൻ എന്നോട് എന്നെ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവന് ഉത്തരം നൽകുമെന്നുള്ളതാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നുള്ള ആശയത്തെ പഠിപ്പിക്കുന്നത് അപ്പുറത്തും ഇപ്പുറത്തും നോമ്പുമായി ബന്ധപ്പെട്ട ഹുക്മാണ്. എപ്പോൾ നോമ്പ് ആരംഭിക്കണം, എപ്പോൾ നോമ്പ് അവസാനിക്കണം, യാത്രക്കാരനാണെങ്കിൽ രോഗിയാണെങ്കിൽ എന്ത് ചെയ്യണം തുടങ്ങിയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന വചനങ്ങൾക്കിടയിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആഇന്റെ പ്രാധാന്യത്തെയും അതിന് ഉത്തരം നൽകുന്നതിന്റെ പ്രത്യേകതയും സംബന്ധിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധമായ റമദാൻ അത് അല്ലാഹുവിന്റെ അദ്കാറുകൾ ദിക്റുകൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയിലാണ് അല്ലാഹു പറയുന്നത് വലിതുക്മിലുൽ ഇദ്ദ അല്ലാഹുവിനെ നിങ്ങൾ തക്ബീർ നടത്തണം, നിങ്ങൾ പുകഴ്ത്തണം എന്നുള്ളതാണ്. അതിന്റെ എണ്ണത്തെ നിങ്ങൾ പൂർത്തിയാക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേകമായ ദിക്റുകൾ അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെടേണ്ട മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം എന്ന് പറയുന്നത്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള സകലമായ പാപങ്ങളും പൊറുക്കപ്പെടുന്ന മാസമാണ് പരിശുദ്ധമായ റമദാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മുത്തഫഖുൻ അലൈഹിയായ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒരുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ്, മൻ സ്വമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ സ്വമ റമളാനൻ, ഈ റമളാനിൽ ഒരാൾ നോമ്പെടുത്താൽ ഒരു ഷർത്ത് പറഞ്ഞിട്ടുണ്ട്, കണ്ടീഷൻ. വെറുതെ നോമ്പെടുത്താൽ പോരാ, ഈമാനൻ, ഈമാൻ ഉണ്ടായിരിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് വളരെ ഗൗരവത്തോടു കൂടി എനിക്ക് താക്കീത് നൽകുവാനുള്ളത്, വസിയത്ത് നൽകാനുള്ളത്, നമ്മുടെ ഈമാനിനെ നമ്മൾ കൃത്യമായി ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. 6 ഈമാൻ കാര്യങ്ങൾ എണ്ണി പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചതിന്റെ അപ്പുറത്തെ കേവലമുള്ള കാണാതെ പഠിച്ചതിന്റെ അപ്പുറത്തേക്ക് ജീവിതത്തിന്റെ സകലമാന മേഖലകളിലും എത്ര വലിയ പ്രയാസങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നാലും ഒരു വിശ്വാസിക്ക് ഹസ്ബി അല്ലാഹ് ഹസ്ബുനല്ലാഹ്, അല്ലാഹു മതി, അവൻ മതിയായവനാണ് എന്ന് ചരിത്രത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെങ്കടലിന്റെ തീരത്ത് വെച്ച് ഫറോവയെയും കൂട്ടരും പിന്നിൽ നിന്ന് വരികയും ചെങ്കടലിന്റെ മുൻപിൽ വെച്ച് അതിനിടയിൽ 2 തരത്തിലുള്ള പ്രയാസങ്ങളുടെ നടുവിൽ കുടുങ്ങിയ സമയത്ത് ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ ഖാല അസ്ഹാബ് മൂസാ, മൂസായുടെ ആളുകൾ കൂടെയുണ്ടായിരുന്ന അനുയായികൾ ബനൂ ഇസ്രായേല്യർ പറഞ്ഞു ഇന്നാ ലമുദ്റഖൂൻ, നമ്മൾ പിടിക്കപ്പെട്ടുവെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോ ഖാല കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് എനിക്ക് മാർഗം കാണിച്ചു തരുമെന്ന് പറഞ്ഞ മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈമാൻ, ആ ഈമാനിനാണ് ഈമാൻ എന്ന് പറയുക. ആ വിശ്വാസത്തിനാണ് വിശ്വാസം എന്ന് പറയുക. കേവലം നാവിന്റെ തുമ്പ് കൊണ്ട് പറയപ്പെടുന്ന എണ്ണിപ്പറയുന്ന ആ വിശ്വാസത്തിന്റെ അപ്പുറത്തേക്ക് പ്രവാചകനും തന്റെ പ്രിയപ്പെട്ട സാഹിബ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ സൗർ എന്ന് പറയുന്ന ഗുഹക്കകത്ത് ഒളിച്ചിരിക്കുമ്പോൾ, ഗുഹ എന്ന് പറയുമ്പോൾ വലിയ വിശാലമായ ഒരു ഗുഹയല്ല, മറിച്ച് കേവലം 2 കല്ലുകൾ നാട്ടി നിർത്തി അവക്ക് നേരെ ക്രോസ് ചെയ്ത് ഒരു ചെറിയ കല്ല്, അതിന്റെ മുൻപിലൂടെ നടക്കുന്നവനൊന്ന് കുനിഞ്ഞു നിന്ന് എത്തി നോക്കിയാൽ കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ചെറിയ ഒരു മറ. അബൂ സുഫിയാൻ അവന്റെ നേതൃത്വത്തിൽ ആളുകൾ സൗറിന്റെ സമീപത്തോട് തെരഞ്ഞു വരികയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഭയപ്പാടുണ്ടായി. അവരൊന്നെത്തി നോക്കിയാൽ കാണാവുന്നതേയുള്ളൂ. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ 40-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭവം എടുത്തു ധരിക്കുന്നുണ്ട്. അവർ 2 പേരും ഗാറിനകത്ത് ആയിരുന്ന സന്ദർഭം, ഇത് ഖാല ലിസാഹിബിഹി, അവൻ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു നമ്മൾ പിടിക്കപ്പെടുമോ കാണുമോ എന്ന് ഭയപ്പാട് പ്രകടിപ്പിച്ചു. റസൂലുള്ള പറഞ്ഞു പ്രതികരിച്ചു ഇന്നല്ലാഹ മഅനാ, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു ഉണ്ട് നമ്മുടെ കൂടെ എന്ന്. കൂടെ വന്ന ആളുകൾ അബൂ സുഫിയാനോട് പറഞ്ഞു ഒന്ന് എത്തി നോക്ക് അതിനകത്തേക്ക്. വിഡ്ഢിത്തം പറയാതോടോ, മാസങ്ങളായി ചിലന്തി വലകെട്ടി കിടക്കുന്ന ഈ ഗുഹക്കകത്തേക്ക് ഇന്നലെ വന്ന അബൂബക്കറും മുഹമ്മദും കയറിപ്പോവുകയോ, വിഡ്ഢിത്തം പറയാതെ ഇങ്ങ് പോരെ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ മുൻപിലൂടെ നടന്നുപോയ
അബൂ സുഫിയാനെയും മക്കയിലെ ഖുറൈശി കൂട്ടത്തെയും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 3 ദിവസം തങ്ങി അവിടെ നിന്ന് തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിൽ സുറാഖത്ത് ബിൻ മാലിക് പിറകെ പോകുന്നുണ്ട് അതിവേഗതയിൽ ഒട്ടകപ്പുറത്ത്. പക്ഷേ അവന് റസൂലുള്ളാഹിയെയും അബൂബക്കർ റളിയല്ലാഹുവിനെയും പിടിക്കാൻ സാധിച്ചില്ല. 13 വർഷക്കാലത്ത് നിരന്തരമായ ശാരീരിക, മാനസിക, സാമ്പത്തിക പീഡനങ്ങൾക്ക്, പ്രീണനങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് വിധേയരായി ആ രാജ്യം വിട്ട് വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഹിജ്റ പോകാൻ അവർ സന്നദ്ധരായി. ആ സന്നദ്ധരായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു. അത് ഈമാൻ എന്ന് പറയുന്നത് റബ്ബിന്റെ കാവലിനും സംരക്ഷണത്തിനും കാരണമായി തീരുന്നതാണ്. ആ ഈമാനുള്ള ആളുകളോട് മാത്രമാണ് നോമ്പെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 183-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ ഈമാനുള്ള ആളുകളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന്. ഈമാനിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ചോരണങ്ങൾ, ചെറിയ പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ ആദ്യം അത് തിരുത്തി അത് ശുദ്ധമായതിനു ശേഷം മാത്രമേ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടതുള്ളൂ. കർമ്മങ്ങളിൽ 3-ാമത്തെ സ്ഥാനത്താണ് നോമ്പ് കിടക്കുന്നത്. ഷഹാദത്ത് കഴിഞ്ഞ് നോമ്പും കഴിഞ്ഞ് അതിന്റെ നമസ്കാരം കഴിഞ്ഞ് അതിന്റെ താഴെയാണ് നോമ്പ്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം ചെറുപ്രായത്തിൽ 10-24 വയസ്സ് പ്രായമുള്ള സമയത്ത് റസൂലുള്ളാഹി യമനിലേക്ക് ദഅവത്തിന്റെ ദൗത്യവുമായി അയക്കുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ള പോകുന്നത് അഹ്ലുൽ കിതാബിന്റെ അടുക്കലേക്കാണ്. ക്രൈസ്തവരാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ അംഗീകരിച്ചാൽ രാവും പകലുമായി 5 നേരത്തെ നമസ്കാരമുണ്ട് എന്ന് അവരോട് കൽപ്പിക്കണം. അതവർ അംഗീകരിച്ചാൽ അവരോട് നോമ്പിനെ കുറിച്ച് കൽപ്പിക്കണം. അതിനൊരു ക്രമമുണ്ട്, ഒരു തെർത്തീബുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, വസിയത്ത് ചെയ്യാനുള്ളത്, ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, മരണങ്ങൾ ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും. കേവലം തുടർച്ചയായ പരീക്ഷണങ്ങൾ വിശ്വാസികൾ അന്ന് പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ അള്ളാഹുവിനെ വിട്ടുകളയുകയും അല്ലാഹുവല്ലാത്ത ആളുകളിലേക്ക്, മഖാമുകളിലേക്ക്, നൂലുകളിലേക്ക്, ഏലസുകളിലേക്ക്, മന്ത്രകുതന്ത്രങ്ങളിലേക്കൊക്കെ വ്യതിചലിച്ചു കൊണ്ടുപോകുവാൻ മനുഷ്യ പിശാചുക്കളും മതപുരോഹിതന്മാരും മഖാമുകളും നമ്മുടെ സാമൂഹികമായ പശ്ചാത്തലങ്ങളും ഒക്കെ ശിർക്കിന്റേതായ മേഖലയിൽ അത് ഒരു ഒഴുക്കിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഈമാനിനെ നമ്മൾ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. റമളാനിൽ പാപമോചനത്തിന് വേണ്ടി നോമ്പെടുക്കണമെന്ന് പറഞ്ഞിടത്ത് അള്ളാഹു വെച്ച കണ്ടീഷൻ ഈമാനൻ വഹ്തിസാബൻ, അവന് ഇഹ്തിസാബ് ഉണ്ടാവണം, പ്രതിഫലം ലഭ്യമാകുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ. അതിനാണ് ഇഹ്തിസാബ് എന്ന് പറയാ. ഇങ്ങനെയുള്ള പ്രതിഫലേച്ഛയോടുകൂടി, ഈമാനോടുകൂടി ഒരാൾ നോമ്പെടുത്താൽ അവന്റെ മുൻകാല പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് മുത്തഫഖുൻ അലൈഹിയായ മറ്റൊരു ഹദീസിൽ കാണാം. ഒരു ഹദീസിൽ മൻ സാമ റമളാന, ഈ റമളാനിൽ നോമ്പെടുത്താൽ എന്നാ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ മൻ ഖാമ റമളാന, റമളാനിൽ നിന്നാൽ, രാത്രി നമസ്കാരം നിർവഹിച്ചാൽ, അവൻ തറാവീഹ് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഈമാനൻ വഹ്തിസാബൻ, അവിടെയും റസൂലുള്ളാഹ് കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് പഠിപ്പിച്ചത്. ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മുത്തഫഖുൻ അലൈഹിയായ മറ്റൊരു ഹദീസിൽ കാണാം മൻ സാമ റമളാന വഖാമഹു, രണ്ടിനെയും പരസ്പരം ചേർത്തി വെച്ചുകൊണ്ടുള്ള പ്രയോഗം. മറ്റൊരു ഹദീസിൽ കാണാം മുത്തഫഖുൻ അലൈഹിയായ മറ്റൊരു ഹദീസ് മൻ ഖാമ ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ ആരെങ്കിലും നിന്ന് നമസ്കരിച്ചാൽ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അത് പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു മാർഗമാണ് റമളാനിലെ നോമ്പെന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരം, വൽ ജുമുഅതു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, വറമളാനു ഇലാ റമളാൻ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ, മുകഫിറാത്തുൻ മാ ബൈനഹുന്ന, ളുഹുർ കഴിഞ്ഞ് അസർ നിസ്കരിച്ചാൽ, അസർ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ ളുഹുർ മുതൽ അസർ വരെയുള്ള പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. മഗ്രിബ് നമസ്കാരം നിർവഹിച്ചാൽ അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. ഒരു ജുമുഅ അറ്റൻഡ് ചെയ്താൽ കഴിഞ്ഞ ജുമുഅ മുതൽ ഈ ജുമുഅ വരെയുള്ള പാപങ്ങൾ പൊറുക്കപ്പെടും. അറ്റൻഡ് ചെയ്യണമെങ്കിൽ അറ്റൻഡൻസ് വേണം. അതിന് അതിൻ്റെതായി പാലിക്കപ്പെടേണ്ട ഷർത്തുകളും നിബന്ധനകളൊക്കെ അതൊക്കെ പാലിക്കപ്പെടേണ്ട.
കേവലം ഞാനും മുസ്ലിമാണ് എന്നുള്ള നിലക്കുള്ള ഒരു കനേഷുമാരി ഒഴുക്ക്, അതിൻ്റെ അപ്പുറത്തേക്ക് ശക്തമായ ഈമാനിൻ്റെയും തഖ്വയുടെയും ലോകത്തേക്ക് നമ്മൾ ഉയർന്നു വളർന്നു വരേണ്ടതുണ്ട്. അക്കൂട്ടത്തിലാണ് റസൂലുള്ളാഹി എണ്ണി പറഞ്ഞത് റമളാനു ഇല റമളാൻ. ഒരു റമളാൻ, കഴിഞ്ഞ റമളാൻ മുതൽ ഈ റമളാൻ വരെ 11 മാസക്കാലം സംഭവിച്ചു പോയ മുഴുവൻ പാപങ്ങളും മുകഫിറാത്തുൻ, അതിന് കഫാറത്താണ്, പ്രായശ്ചിത്തമാണ് ഈ റമളാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുന്നു. റമളാൻ അത് ഒരു വ്യക്തിയുടെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ദറജയെ, പദവിയെ ഉയർത്താൻ കാരണമായി. മുൻപ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകുന്ന സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു ദിവസം 2 ആളുകൾ കടന്നു വരുന്നു. അവർ ഇസ്ലാം സ്വീകരിക്കുന്നു. ഒരാൾ നോർമൽ നിലക്കുള്ള നിസ്കാരം നോമ്പൊക്കെ ആയിട്ട് കഴിഞ്ഞു കൂടുന്നു. ഒരാൾ കൂടുതലായി ശക്തമായ കഠിനാധ്വാനങ്ങളും പരിശ്രമങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. യുദ്ധത്തിലേർപ്പെടുന്നു, അദ്ദേഹം മരിക്കുന്നു. സാധാരണ നിലക്കുള്ള ജീവിതം നയിച്ച ഒരു വ്യക്തി, അദ്ദേഹം മറ്റേ വ്യക്തി മരിച്ചതിന് ശേഷം പിൽക്കാലത്താണ് മരിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു സ്വഹാബി സ്വപ്നത്തിൽ ദർശിക്കുന്നു, ഈ 2 ആളുകളിൽ അവസാനം മരിച്ചുപോയ വ്യക്തി ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കും. അതിനു മുൻപ് മരിച്ച വ്യക്തി കഠിനാധ്വാനിയായി ശക്തമായ പരിശ്രമങ്ങൾ ദീനിൽ നടത്തിക്കൊണ്ട് ഷഹീദായി രക്തസാക്ഷിയായി മരിച്ചുപോയ. അത്ഭുതം തോന്നി ഈ കഥ കേട്ടപ്പോ. പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് വിവരം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത്, അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സന. ആ 2ാമത്തെ വ്യക്തി, അദ്ദേഹം എങ്ങനെ സ്വർഗത്തിൽ പോയി എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. എന്താ, അദ്ദേഹം 1 കൊല്ലം കൂടി ജീവിച്ചില്ലേ പിന്നീട്? വഅദ്റക റമളാൻ, അദ്ദേഹത്തിന് ഒരു റമളാൻ കൂടി കിട്ടിയില്ലേ? ഫസ്വാമ, ആ റമളാനിൽ അദ്ദേഹം നോമ്പെടുത്തില്ലേ? വസല്ല കദാ വകദാ, ആ 1 വർഷക്കാലം അദ്ദേഹം ഇന്ന രൂപത്തിൽ നമസ്കാരം നിർവഹിച്ചില്ലേ? മിൻ സജദത്തിൻ ഫിസ്സന, 1 കൊല്ലം അയാൾ നിസ്കരിച്ചിട്ടുണ്ട്, 1 കൊല്ലം അയാൾക്ക് റമളാൻ കിട്ടിയിട്ടുണ്ട്. അതാണ് ഷഹീദായി മരിച്ചുപോയ വ്യക്തിയേക്കാൾ മുൻപ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അദ്ദേഹത്തിന് കാരണമായി തീർന്നത് എന്ന്. അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പരിഗണന, ആ പരിഗണനയുടെ മുൻഗണന, അത് മാറി മറിയാൻ ഒരാളുടെ റമളാൻ കാരണമായി തീരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയുസ് ലഭിക്കുമ്പോൾ, ഇന്നലെ ഇവിടെ പരിസരത്ത് നമ്മുടെ ഒരു സഹോദരൻ മരണപ്പെടുകയുണ്ടായി. തിരുവനന്തപുരത്ത് നമ്മുടെ ടൗണിൽ റെയിൽവേ സ്റ്റേഷൻ നിലനിൽക്കുന്ന തമ്പാരി യൂണിറ്റിൻ്റെ ഭാരവാഹി, പ്രസിഡന്റ്, ഇസ്ലാം ഓർഗനൈസേഷൻ, അദ്ദേഹം ഇന്നലെ മരണപ്പെടുന്നുണ്ട്. ഇന്നലെ ഖബറിലായ ആളുകൾ, അവരിൽ നിന്ന് 1 ദിവസം കൂടി, ഒരാഴ്ച കൂടി, 1 മാസം കൂടി മറ്റുള്ളവർക്ക് നമുക്ക് ആയുസ് ലഭിക്കുന്നു എന്നുള്ളത് കേവലം ആയുസ് ലഭിക്കുന്നു എന്നുള്ളതല്ല. ഖൈറുൻ നാസി മൻ താല ഉംറുഹു, ജനങ്ങളിൽ വെച്ച് ഖൈർ, ഉത്തമന്മാരായ ആളുകൾ അവന്റെ ആയുസ് ദീർഘിക്കുകയും വഹസുന അമലുഹു, അവന്റെ അമല് നന്നായി തീരുകയും ചെയ്യുക എന്നുള്ളത്. റമദാനിൽ ജീവിച്ചാൽ പോരാ, മറിച്ച് അമലുകളെ നന്നാക്കി ഉപയോഗപ്പെടുത്താൻ ആ സന്ദർഭത്തെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. അത് റമദാനിന്റെ പ്രത്യേകതയാണ്. റമദാനിന്റെ പ്രത്യേകതകൾ എടുത്തു പറയുന്നിടത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ഹദീസാണ് ഫഇന്ന ഉംറത്തുൻ ഫി റമദാൻ. റമദാനിലെ ഉംറ എന്ന് പറയുന്നത് തഖ്ലി ഹജ്ജതൻ ഔ ഹജ്ജതൻ മഈ എന്നാണ്. അത് ഹജ്ജ് ചെയ്യുന്നതിന്റെ പ്രതിഫലമാണ്, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലമാണ്. പ്രവാചകന്റെ കൂടെ ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലമാണ് റമദാനിൽ ഒരു ഉംറ നിർവഹിക്കുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിഫലമായി പഠിപ്പിച്ചത്. പരിശുദ്ധ ഖുർആൻ അതിന്റെ പാരായണത്തിന്റെയും അതിന്റെ പഠനത്തിന്റെയും അതിന്റെ മനനത്തിന്റെയും മാസമായിരിക്കണം. സ്വതക്കകളുടെ അതിന്റെ മഹത്വത്തെ സംബന്ധിച്ച് പറഞ്ഞ് അറിയിക്കേണ്ടതില്ല. അത് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കപ്പെടുന്ന മാസമായിരിക്കണം പരിശുദ്ധ റമദാൻ. ഇഅ്തികാഫിന്റെ ആളുകൾക്ക്, ദരിദ്രരായ ആളുകൾക്ക് ഭക്ഷണം നൽകുകയും വസ്ത്രം നൽകുകയും ആളുകൾ നോമ്പ് തുറപ്പിക്കുകയും സംഘടിതമായി കൊണ്ടുള്ള തറാവീഹ് നമസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നടത്തേണ്ട മാസമാണ് പരിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത്. ഒരു കൃത്യമായ പ്ലാനിങ്, ഒരു കൃത്യമായ ഒരു മുന്നൊരുക്കം എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. പലപ്പോഴും സംസാരങ്ങളിൽ സൂചിപ്പിക്കാറുള്ളതാണ്, സഹോദരിമാർ ഒരുങ്ങും. അടുക്കള കൊണ്ടൊരു ഒരുക്കമുണ്ട്, അടുക്കള കൊണ്ടുള്ളൊരു ഒരുക്കം ആവശ്യമാണ്, അനിവാര്യമാണ്. നോമ്പ് തുറന്നാൽ ഭക്ഷണം വേണം. പക്ഷെ നോമ്പ് തുറക്കുക, ആ വിഭവങ്ങൾ സമൃദ്ധമായി ഒരുക്കുക, ആ നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ടു മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി എടുത്തു പറഞ്ഞ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന സമയം, ഒന്ന് ദുആ ചെയ്യാൻ പോലും സമയമില്ലാത്ത വിധം
അടുക്കളയിലേറെ തിരക്കിലായി പോകുന്ന നമ്മുടെ സഹോദരിമാരുണ്ട്. അവിടെ എന്തെങ്കിലും വിഭവങ്ങളുടെ കുറവുണ്ടാകുമ്പോൾ ആക്രോശിക്കുകയും ശണ്ട കൂടുകയും ലഹളയുണ്ടാക്കുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട്. നമ്മളൊന്ന് മാറേണ്ടതുണ്ട് സഹോദരന്മാരെ. പ്രത്യേകിച്ച് തലശ്ശേരിയും അതിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ നിന്ന് സംസാരിക്കുമ്പോ ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന സമയം ഭക്ഷണം കഴിക്കണ്ടെന്നോ ദുനിയാവ് ആസ്വദിക്കണ്ട എന്നോ ഒന്നും പറയുന്നില്ല. മറിച്ച് അതൊക്കെ ഒന്ന് നേരത്തെ തയ്യാറാക്കി വെക്കുകയും അവനവന്റെ ഖബറിന് വേണ്ടി റമദാനിൽ എത്തുമോ എന്നോ റമദാൻ പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്നോ ഒരിക്കലും പറയാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യമുള്ള ദീർഘായുസ്സിനെ എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഉപയോഗപ്പെടുത്താനുള്ള തീരുമാനങ്ങളും അതിനുവേണ്ടി ആസൂത്രിതമായ പരിശ്രമങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. റിസ്ക് എടുക്കാൻ, നേരത്തെ ഉണരാൻ, നേരത്തെ ഭക്ഷണം തയ്യാറാക്കാൻ, കൂടുതൽ സമയം ഖുർആൻ പാരായണം ചെയ്യാൻ, താൻ സമ്പാദിച്ച സമ്പത്ത് ധാരാളമായി ചെലവഴിക്കാനൊക്കെയുള്ള ഒരു ത്യാഗത്തിന്റെ മനസ്സ്. അതേ പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് പരീക്ഷണങ്ങളുടെയും ത്യാഗങ്ങളുടെയും മാസമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ബദറുണ്ടായ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി മക്ക വിട്ട് മദീനയിലേക്ക് പോയി ആ മദീനയിൽ പോലും ജീവിക്കുവാൻ അനുവദിക്കാതെ 500 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്നുള്ള മക്കയിൽ നിന്നുകൊണ്ടുള്ള അതിനാവശ്യമായ ആസൂത്രണങ്ങൾ നടത്തിയ കാലഘട്ടം. ബദർ യുദ്ധം എന്ന് പറയുന്ന യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടായി തീർന്നതാണ്. യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു പോയതല്ല. അത് റമദാൻ മാസത്തിലായിരുന്നു. അത് റമദാനിന്റെ 17-ായിരുന്നു മദീനയെ. എന്നിട്ട് ആ ബദർ സംഭവിച്ച് വൻ പരാജയം ഏറ്റുവാങ്ങി അടുത്ത കൊല്ലം ഉഹുദുണ്ടായി. ആ ഉഹുദിലും പ്രയാസങ്ങളുമായി അവർ മദീനയെ പൂർണ്ണമായി നിശേഷം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു വന്നതാ. മദീന പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ 5 കിലോമീറ്റർ അപ്പുറത്ത് ഉഹുദിൽ വെച്ചുകൊണ്ടാണ് യുദ്ധമുണ്ടായത്. അവിടെ നിന്ന് മദീനയെ അറ്റാക്ക് ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പുറത്തും അപ്പുറത്തും 70ഓളം ആളുകൾ മരണപ്പെട്ടു പോയി. ഒരൊറ്റ ബന്ദിയെ പോലും അവർക്ക് കിട്ടിയില്ല. ഗനീമത്ത് സ്വത്തുക്കൾ കിട്ടിയില്ല. പ്രവാചകനും കൂട്ടർക്കും ചില പ്രയാസങ്ങൾ ഉണ്ടായി എന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു ആത്യന്തികമായ വിജയം ഉഹുദിന്റെ പേരിൽ അവർക്ക് അവകാശപ്പെടാൻ സാധിച്ചില്ല. വീണ്ടും അവര് ഒരുങ്ങുകയായിരുന്നു. ഖുറൈശികൾ ഒരുങ്ങുന്നതിന്റെ കൂടെ അവർ ഗത്ഫാൻ ഗോത്രത്തെയും റസൂലുള്ളാഹിയുടെ ഒരു 6-7 തലമുറകൾക്ക് മുൻപുള്ള ആ വല്ലിപ്പമാരിൽ നിന്ന് അറേബ്യൻ ഉപദ്വീപിൽ പടർന്നു കിടന്നിരുന്ന സർവമാന ഗോത്രങ്ങളെയും അവർ ശേഖരിച്ചു. അതിനാണ് ഹിസാബ് എന്ന് പറയുക. സഖ്യകക്ഷികളെന്ന് 10,000-ഓളം വരുന്ന ആളുകൾ. റസൂലുള്ളാഹി നേരത്തെ നാട് കടത്തിയിട്ടുണ്ടായിരുന്ന ജൂതന്മാരുണ്ടായിരുന്നു ഖൈബറിൽ. അവർ കൂടി നേതൃത്വം നൽകിക്കൊണ്ട് വലിയ കിടങ്ങ് കുഴിച്ച് 2-3 കിലോമീറ്റർ ദൂരം 6-7 മീറ്റർ വീതിയിൽ 7-8 മീറ്റർ ആഴത്തിൽ. അത് റമദാനിലായിരുന്നു. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച മാസമാണ് റമദാൻ എന്ന് പറയുന്നത്. മദീനയിൽ നിന്ന് 800 കിലോമീറ്റർ അപ്പുറത്തുള്ള തബൂക്കിലേക്ക് കൊടിയ ചൂടിൽ യുദ്ധത്തിന് വേണ്ടിയുള്ള ആഹ്വാനമുണ്ടായപ്പോൾ അതിനുവേണ്ടി യാത്രാ സൗകര്യങ്ങൾ, എല്ലാവർക്കും യാത്ര ചെയ്യാനുള്ള വാഹന മൃഗങ്ങൾ പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം അവർ തബൂക്കിലേക്ക് നീങ്ങിയത് അത് പരിശുദ്ധമായ റമദാനിലായിരുന്നു. ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒട്ടനവധി യാത്രകൾ, ഫതഹ് മക്ക, മദീനയിൽ നിന്ന് മക്കയിലേക്ക് മക്ക തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി 10,000-ഓളം വരുന്ന സൈന്യവുമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് നീങ്ങിയത്, ഫതഹ് മക്കയുണ്ടായത് അതും റമദാനിലായിരുന്നു. പ്രവാചകനും സ്വഹാബത്തും സ്വർഗ്ഗത്തിന്റെ അവകാശികളെന്ന് വിശുദ്ധ ഖുർആൻ അസ്സാബിഖൂനൽ അവ്വലൂൻ മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, മുഹാജിറുകളിൽ നിന്ന് അൻസാറുകളിൽ നിന്ന് മുൻകടന്നു വന്ന ആളുകൾ. സൂറത്ത് തൗബയുടെ 100-ാമത്തെ വചനത്തിലൂടെ അല്ലാഹ് സ്വർഗ്ഗത്തിന്റെ അവകാശികളെ കുറിച്ച് പറഞ്ഞത്, സ്വർഗ്ഗത്തിന്റെ അവകാശികൾ അല്ലാഹുവിന്റെ സഹാബത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത്. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ഇഹ്സാനിന്റെ വിഷയത്തിൽ ആ സഹാബത്തിനെ ആര് പിന്തുടർന്നു? സഹാബികൾ വിശ്വസിച്ചതുപോലെയുള്ള വിശ്വാസം, സഹാബികളുടെ കർമാനുഷ്ഠാനങ്ങൾ പോലെയുള്ള കർമാനുഷ്ഠാനം, സഹാബികളുടെ സ്വഭാവം പോലെയുള്ള സ്വഭാവം, സഹാബികളുടെ പെരുമാറ്റ ഇടപാട് രീതികൾ പോലെയുണ്ടായിരുന്ന ഇടപാട് രീതികൾ. ആരാണോ അവരെ പിൻപറ്റിയത്, പിന്തുടർന്നത്, നന്മയിൽ പിന്തുടർന്നത്, അവർക്ക് അഅദ്ദല്ലാഹു ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകൾ ഒരുക്കി വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ സഹാബികൾ
അവരുടെ റമദാൻ അത് ബദറിൻ്റെതും അത് തബൂക്ക് യാത്രയുടേതും അത് ഫതഹിന് വേണ്ടിയുള്ള യാത്രയുടേതുമായിരുന്നു. നമ്മുടെ റമദാൻ അത് ഭക്ഷണം കൊണ്ട് ആറാട്ട് കളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ലെന്ന് വളരെ ഗൗരവത്തോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. റമദാനിൻ്റെ പ്രത്യേകതകൾ പറയുന്നിടത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ തആല ഇൻദ കുല്ലി ഫിത്രിൻ ഉതഖാഉ മിനൻ നാർ. ഓരോ ദിവസവും വദാലിക ഫി കുല്ലി ലൈല, റമദാൻ ആരംഭിച്ച് ഓരോ ദിവസവും നരകത്തിൽ നിന്ന് ആളുകളെ പ്രത്യേകമായി മോചിപ്പിക്കപ്പെടുന്ന ദിവസമാണ് അത് റമദാനിൻ്റെ രാപ്പകലുകൾ എന്ന് പറയും. എന്താണ് ആ മാസത്തിൽ പ്രത്യേകമായി അനുഷ്ഠിക്കേണ്ടത്? അത് നിർബന്ധമായ നോമ്പ് മാത്രമാണ്. ബാക്കിയുള്ള നമസ്കാരവും തഹജ്ജുദും ദാനധർമ്മങ്ങളും ഒക്കെ മറ്റു മാസങ്ങളിലും ഉള്ളത് തന്നെ. അതിൻ്റെ അളവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പ്രത്യേകമായുള്ള കർമ്മം നോമ്പാണ്. ആ നോമ്പിന് ചില ഫضലുകൾ, ചില ശ്രേഷ്ഠതകൾ അറിയിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിന്റെ 35-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ചില സ്വഭാവ ഗുണങ്ങളുള്ള ആളുകളെ എണ്ണി പറയുന്നു. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്ത്. കൂട്ടത്തിൽ അല്ലാഹു എടുത്തു പറയുന്നു വസ്സായിമീന വസ്സായിമാത്ത്, നോമ്പെടുക്കുന്ന പുരുഷന്മാർ, നോമ്പെടുക്കുന്ന സ്ത്രീകൾ, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വ അജ്റൻ അളീമ. അതേ, നോമ്പെടുത്താലുള്ള പ്രതിഫലം എന്ന് പറയുന്നത്, നോമ്പെടുത്താലുള്ള പ്രതിഫലം എന്ന് പറയുന്നത് അവന് മഗ്ഫിറത്താകുന്നു, മഹത്തായ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള സ്വർഗീയമായ ജീവിതമാകുന്നു. 2, നോമ്പെടുത്താലുള്ള രണ്ടാമത്തെ നേട്ടം എന്താണ്? 1 പാപമോചനമാണ്, സ്വർഗപ്രവേശനം. രണ്ടാമത്തേത് ആ നോമ്പിനെ സംബന്ധിച്ച് കൽപ്പിച്ചിടത്ത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, കുത്തിബ അലൈക്കുമുസ് സിയാം കമാ കുത്തിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളായി തീരുന്നതിനു വേണ്ടി എന്ന്. ഇതിങ്ങനെ കേൾക്കുന്നതാ, നിരന്തരമായി കേൾക്കുന്നു. ഇത്തഖുല്ലാഹ് 54 തവണ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പദപ്രയോഗമാണ് ഇത്തഖൂ റബ്ബക്കും ലഅല്ലക്കും തത്തഖൂൻ, യത്തഖൂൻ, മുത്തഖീൻ. ഇത്ര ഭാഷാപരമായ പ്രയോഗങ്ങളെ ഖുർആൻ നടത്തിയത്. എന്താ തഖ്വ? തഖ്വ എന്താണ്? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ബിഅന്ന യൽതസിമുൽ മുസ്ലിം അവാമിറുല്ലാഹി തആല വയജ്തനിബു മാ നഹാ അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പിച്ചത് പാലിക്കലാണ് തഖ്വ. എന്താണോ അല്ലാഹു വിരോധിച്ചത് ആ വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കലാണ് തഖ്വ. ഈ 2 സ്വഭാവ ഗുണത്തിലേക്ക് ഒരു മനുഷ്യൻ വളർന്നാൽ ഫയഖൂമു ബിൽ വാജിബാത്തി വൽ മൻദൂബാത്ത്, അവനവന്റെ ജീവിതത്തെ നിലനിർത്തുക വാജിബാത്തുകളും മൻദൂബാത്തുകളുമായിരിക്കും. നിർബന്ധവും നിർബന്ധമല്ലാത്ത ഐച്ഛികമായ കാര്യങ്ങൾ, സുന്നത്താക്കപ്പെട്ട കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ധാരാളമായി ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ സർവമാന കൽപ്പനകളും അവൻ പാലിക്കാൻ വേണ്ടി ശ്രമിക്കും. വയതുറുക്, അവനവന്റെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കും അൽ മുഹറമാത്ത് വൽ മക്റൂഹാത്ത്, മുഹറമാത്തുകൾ, ഹറാമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങൾ മുഴുവൻ അവന്റെ ജീവിതത്തിൽ ഒഴിവാക്കും. അള്ളാഹു വെറുക്കപ്പെട്ട, മതം വെറുക്കപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ ആ കാര്യങ്ങളിൽ നിന്ന് മുഴുവൻ അവൻ വിട്ടുനിന്നുകൊണ്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടി അവൻ പരിശ്രമിക്കും. അങ്ങനത്തെ ഒരു ജീവിതം നമ്മൾ നിരന്തരമായി നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. മുത്തക്കിയായിട്ടുണ്ടോ? മുത്തക്കിയായിട്ടുണ്ടോ? 40 കൊല്ലം 50 കൊല്ലമൊക്കെ നോമ്പെടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. നോമ്പ് മുറിയാതിരിക്കാൻ നമ്മൾ നല്ല ശ്രമം നടത്തലുണ്ട് അല്ലേ? നോമ്പ് മുറിയോ എന്നുള്ള ബേജാറാ. മൂക്കിൽ മരുന്നെറ്റിക്കാൻ പറ്റുമോ? ചെവിയിൽ മരുന്നെറ്റിക്കാൻ പറ്റുമോ? കണ്ണിൽ മരുന്നെറ്റിക്കാൻ പറ്റുമോ? ഇപ്പൊ മുത്തക്കിയാവുന്നുണ്ടോ? അതിന് വല്ല കുറവും വരുന്നുണ്ടോ? ഒരു പരിശോധനയില്ല. മുത്തക്കി ആയാലും വേണ്ടില്ല, ആയില്ലെങ്കിലും വേണ്ടില്ല, നോമ്പ് മുറിയാതിരുന്നാൽ. നോമ്പ് മുറിയാലൊന്നൊരു പ്രശ്നമുള്ള കാര്യം. മറന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ റസൂൽ എന്താ പറഞ്ഞത്? അല്ലാണോ എന്നെ കുടിപ്പിച്ചത്? ഓർമ്മല്ല. അടുക്കളയില് ജോലി ചെയ്യുക, വെള്ളം എടുത്താൽ കുടിച്ചു, സാധാരണ കുടിക്കണ പോലെ കുടിച്ചു. നോമ്പൊന്നും മുറിയില്ല, ഒന്നും സംഭവിക്കൂല. അവനെ കൊണ്ട് തീറ്റിപ്പിച്ചത് കുടിപ്പിച്ചത് അള്ളയാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മൾ രാവിലെ സഹൂർ അത്താഴ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, ബാങ്ക് കേട്ടോ എന്താ ചെയ്യാ? റസൂലുള്ളാഹി എന്താ പറഞ്ഞത്?
നിർത്തണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ളത് കഴിച്ചോളിന്ന്. ബാങ്ക് കേട്ടാലും ആവശ്യമുള്ള ഒരു മിനിമം ക്വാണ്ടിറ്റി കഴിച്ചിട്ടില്ലെങ്കിൽ അത് കഴിച്ച് പൂർത്തിയായിട്ട് നിങ്ങൾ നോമ്പ് തുടങ്ങിയാൽ മതിയെന്ന്. ഭക്ഷണം കഴിക്കലും കഴിക്കാതിരിക്കലും എല്ലാം നോമ്പ്. ആർക്കാ തോന്നെ സമയം, കൂടുതൽ സമയം പട്ടിണി കിടക്കാൻ പറ്റിയ ഫിസിക്കൽ സ്ട്രെങ്ത്, ബോഡി കപ്പാസിറ്റി ആർക്കാ തോന്നെ, അതിന്റെ ടെസ്റ്റിങ്ങും അല്ല നോമ്പ്. നോമ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം പറഞ്ഞാൽ കളവ് പറയരുത് എന്ന് പറയാം. കളവ് പറയലുണ്ടോ? വ്യഭിചരിക്കരുത് എന്ന് പറയാം. കണ്ണുകൊണ്ട് വ്യഭിചരിക്കരുത്, ചെവി കൊണ്ട് വ്യഭിചരിക്കരുത്. പലിശമ്മ തൊടരുത് എന്ന് പറയാം. വീടുമ്പോ പലിശ ഉണ്ടാവരുത്, വാഹനത്തുമ്പോ പലിശ ഉണ്ടാവരുത്, കുട്ടികൾ പഠിക്കണതിനുമ്പോ പലിശ ഉണ്ടാവരുത്. ചിലപ്പോ മുത്തക്കി ആവണമെങ്കിൽ ഇരിക്കണ പേരങ്ങ് വിൽക്കേണ്ടി വരും, എന്നിട്ട് വാടകയ്ക്ക് പോയി താമസിക്കേണ്ടി വരും. വാടകയ്ക്ക് പോയി താമസിച്ച തക്കുവയിൽ വല്ല കുറവുണ്ടാവുമോ? ഒരു കുറവുണ്ടാവില്ല വാടക പേരയിൽ താമസിച്ചു. പക്ഷേ അതിന്റെ മാനക്കേട് ആലോചിച്ച് ആവശ്യമില്ലാത്ത മാനക്കേട് ശൈത്താൻ ഉണ്ടാക്കി തന്ന് വലിയ എമൗണ്ടിന് വീട് ലോണ് പിന്നെ ബാങ്കിൽ നിന്ന് പലിശക്ക് പണം എടുത്തിട്ട് വീട് വെച്ച് ഇങ്ങനെ ജീവിച്ചാൽ, എന്നിട്ട് ഓങ്ങനെ നോമ്പെടുക്കുക, ഓനിങ്ങനെ നോമ്പ് തുറപ്പിക്കുക, ഒരു ഫലം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഇത്തരത്തിലുള്ള കർമ്മങ്ങളുമായി കടന്നു വന്ന് പാപ്പരായി തീരുന്ന ഒരു ഗതികേട് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവരുത്. വിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചകന്റെ സ്വഹീഹായ ഹദീസുകളിലൂടെ എന്താണോ കൽപ്പിച്ചത്, ആ കൽപ്പിച്ചത് വത്തഖുല്ലാഹ മസ്തതഅതും, കഴിയുന്നിടത്തോളം അള്ളാഹുവിനെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ വിശ്വാസം പരിശുദ്ധമാവണം, നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധമാവണം, നമ്മുടെ ഇടപാടുകൾ ശുദ്ധമാവണം, നമ്മുടെ സ്വഭാവങ്ങൾ ശുദ്ധമാകണം. ഇങ്ങനെയുള്ള ഒരു തസ്കിയത്ത്, ഒരു സംസ്കരണം മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹുവിന്റെ റസൂലിനെ അയച്ചത്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, അവരെ പരിശുദ്ധരാക്കുന്നതിന് വേണ്ടി, കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാ. നമ്മുടെ മനസ്സൊക്കെ ഒന്നിട്ട് കഴുകി വൃത്തിയായി ശുദ്ധമാവേണ്ടതുണ്ട്. നാട്ടിൽ വലിയ മാന്യന്മാരാ, ഭാര്യനോട് വർത്താനം പറയാൻ മാത്രം പറ്റൂല, താങ്ങൂല ചില സംസാരങ്ങളൊക്കെ. അടുത്ത് ഹാരിസ് ബിൻ സലീമിന്റെ ഒരു സംസാരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ബാപ്പ പേരേക്ക് കയറി വന്ന എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സൗണ്ട്, ഒച്ചത്ത് മക്കളോട് ഭാര്യയോട്. ഒന്ന് സൗമ്യ റസൂലുള്ള പറഞ്ഞതല്ലേ, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും, നിങ്ങളിൽ ഏറ്റവും ഖിയാർ ഉത്തമൻ മാന്യൻ ഭാര്യനോട് മാന്യായിട്ട് പെരുമാറുന്നതാണ്. അത് പെരുമാറുക എന്നുള്ളത് അള്ളാന്റെ റസൂലിന്റെ കൽപ്പനയാണ്. എത്ര അനുഭവങ്ങൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുള്ളത്. ഭാര്യമാർ എന്തൊക്കെ തരത്തിൽ റസൂലുള്ളാഹിയോട് പെരുമാറിയിട്ടുണ്ട്, അവധാനതയോടെ, ക്ഷമയോടെ, സ്നേഹത്തോടെ. ആ ഭാര്യമാര് ജീവിത വിഭവങ്ങൾ കുറഞ്ഞതിന്റെ പേരിൽ ചില സ്ട്രൈക്കുകൾ, സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങിയിട്ടുണ്ട്, വേണ്ടവർക്കൊക്കെ തലാക്ക് വാങ്ങി പോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ആരും പോയിട്ടില്ല. എന്തേ കാരണം? ആ ജീവിതത്തിന്റെ ഒരു സുരക്ഷ, ഒരു പ്രത്യേകമായ ഒരു കെയർ, സംരക്ഷണം ഭർത്താവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി മൈമുന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്റെ സഹോദരി ഹംനയെ നിങ്ങൾക്ക് കല്യാണം കഴിക്കണം. എന്റെ സഹോദരി ഹംന ബിൻത് ജഹ്ഷിനെ റസൂൽ നിങ്ങൾക്ക് ഭാര്യയായി സ്വീകരിക്കണം. റസൂൽ തിരിച്ചു ചോദിക്കുന്നത്, മൈമുന നിനക്കറിയില്ലേ ഒരേ സമയത്ത് സഹോദരിമാരെ വെച്ചേക്കാൻ പാടില്ല? എന്തേ താത്ത അങ്ങനെ ചിന്തിച്ചത്? ഞാൻ അനുഭവിക്കുന്ന സുഖം, സന്തോഷം, റാഹത്ത് അത് എന്റെ അനിയത്തി കൂടി കിട്ടണമെന്ന് ചിന്തിച്ചത്. അങ്ങനെ ആയിരുന്നു പൂർവികർ. എല്ലാ മേഖല, കുടുംബ ജീവിത മേഖലയിൽ, കച്ചവടത്തിന്റെ മേഖലയിൽ, നമ്മൾ ഇടപെടുന്ന മേഖലകളിലെല്ലാം നമുക്ക് തഖ്വയെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ തഖ്വയാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പ്രാർത്ഥിക്കുക, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, റബ്ബേ സിറാത്തുൽ മുസ്തഖീമിൽ നീ വഴി നടത്തണമേ, നീ ഹിദായത്തിൽ നിലനിർത്തണമേ. ഏതാ ഹിദായത്ത്? ഹിദായത്ത് ഖുർആനാണ്. ആ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്. അത് ആർക്കാ ഉപകാരപ്പെടുക? ഹുദൻ ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് ഫലപ്പെടും. ഒരാൾ മുത്തഖിയാവാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, നന്നാവാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, ഇന്നലെയും കേട്ടിട്ടുണ്ട്, ഇന്നും കേട്ടിട്ടുണ്ട് പലിശമ്മ തുടരുത്, ഇന്നലെ ഇന്നും മിഞ്ഞാന്നും കഴിഞ്ഞ ആഴ്ചയൊക്കെ കേട്ടിട്ടുണ്ട് കുടുംബജീവിതം നന്നാക്കണം. ആ കഴിഞ്ഞ ആഴ്ച പോയ പോലെ തന്നെയാണ് ഈ ആഴ്ചയും പോണത്, ഈ ആഴ്ച പോയ പോലെ തന്നെയാണ് അടുത്ത ആഴ്ചയും പോകുന്നത്. സംഘടനയ്ക്ക് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ റമദാനായിട്ട് അഹ്ലുൻ റമദാൻ ചെമ്പാട് യൂണിറ്റ് നടത്തിയിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ അപ്പുറത്തേക്ക് ജീവിതത്തിൽ മാറ്റമൊന്നുമില്ലെങ്കിൽ അതുകൊണ്ട് വലിയ ഫലമൊന്നും ഉണ്ടാവില്ല. തഖ്വയാണ് മാനദണ്ഡം, തഖ്വയാണ് അടിസ്ഥാനം.
ഖുർആൻ അത് തഖ്വയുള്ള ആളുകൾക്ക് ഉപയോഗപ്പെടുകയുള്ളൂ, ഫലപ്രദമാവുകയുള്ളൂ. സ്വർഗം മുത്തഖികൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടിരിക്കുന്നുവെന്ന വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മറിയമിലൂടെ പറയുന്നു, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. ആ നരകത്തിന്റെ അടുത്തേക്ക് വരാത്തവരായി ആരും ഉണ്ടാവുകയില്ല എന്നത് അല്ലാഹുവിന്റെ തീരുമാനത്തിൽപ്പെട്ടതാകുന്നു. അങ്ങനെ എല്ലാവരും അതിന്റെ സമീപത്ത് വരും. പിന്നീട് നുനജ്ജില്ലദീന തഖൗ, തഖ്വയുള്ള ആളുകളെ അതിന്റെ സമീപത്ത് നിന്ന് നാം രക്ഷപ്പെടുത്തുന്നതാണ്. ലാലിമുകൾ, അക്രമികളായ ആളുകൾ മുട്ടുകുത്തിയ അവസ്ഥയിലായിക്കൊണ്ട് നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നു. ഇന്ന ലിൽ മുത്തഖീന മഫാസ്, വിജയം അത് ലിൽ മുത്തഖീൻ, അത് മുത്തഖികൾക്കുള്ളതാണ് എന്നാണ്. ആരാണോ മുത്തഖിയായവൻ അവന് അല്ലാഹു തുറവിണ്ടാക്കി കൊടുക്കുന്നത്. അവന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവനെല്ലാം എളുപ്പമായിരിക്കും. ശുദ്ധ ഖുർആൻ സൂറത്ത് ലൈലിൽ അല്ലാഹു പറഞ്ഞില്ലേ, തഖ്വ പാലിച്ചാൽ അവൻ ശരിയെ നല്ലതിനെ സത്യപ്പെടുത്തിയാൽ അവന് എളുപ്പത്തിലേക്ക് അല്ലാഹു എളുപ്പമുണ്ടാക്കി കൊടുക്കും. ഒരു എളുപ്പമുണ്ടായി, എവിടെയും ഒരു പ്രയാസമില്ലാത്ത ഒരു മനസമാധാനമുള്ള ഒരു ജീവിതം അത് മുത്തഖികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നതാണ്. ആ തഖ്വ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ് നോമ്പ്. പക്ഷേ ചില തടസ്സങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ, ചില തടസ്സങ്ങൾ അങ്ങനെ ഓർമ്മപ്പെടുത്തുക, വേഗത്തിൽ പറഞ്ഞു പോകും. തഖ്വ ആർജിക്കുന്നതിന് നമ്മുടെ മുൻപിലുള്ള ഒന്നാമത്തെ തടസ്സം, അതിന്റെ പേര് ന്യായീകരണം. നന്മ ചെയ്യാതിരിക്കാൻ ന്യായീകരണം പറയാം, തിന്മ ചെയ്താൽ ന്യായീകരണം പറയാം. ഒരു തിന്മ ചെയ്താൽ ഒരാൾക്ക് ഉണ്ടാവേണ്ടത് കുറ്റബോധമാണ്, സംഭവിച്ചു പോയല്ലോ എന്ന കുറ്റബോധം. രണ്ട് തൗബയുടെ മനസ്സ്, ഇത് രണ്ടുമില്ലാതെ ചെയ്ത തിന്മയെ ന്യായീകരിച്ച് വർത്താനം പറയാം. അങ്ങനെ പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആ തിന്മയിൽ അവൻ അങ്ങനെ നിൽക്കും. ആ തിന്മ അവനിൽ നിന്ന് ആ തിന്മയിൽ നിന്ന് അവൻ പുറത്തേക്ക് പോന്ന് അവൻ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതിനാണ് മുത്തഖി എന്ന് പറയാം. അവിടേക്കാണ് എത്തൂല. ഓൻ അപ്പോഴും ആ തിന്മ, ഓൻ ഇതിനെ ന്യായീകരിച്ച്, പലിശനെങ്ങനെ ന്യായീകരിച്ച്, ലോണൊന്നും ഇല്ലാണ്ട് എങ്ങനെയൊക്കെ ഇന്നത്തെ കാലത്ത് കച്ചവടം ചെയ്യാം എന്നൊരു വാചകം പറഞ്ഞാൽ ഓൻ എന്നും മരിക്കോളം ആ ലോണിന്റെ മുകളിൽ. യൂസുഫ് നബിന്റെ സഹോദരന്മാർ 10 ആൾക്കാരും കൂടിയിട്ട് അനിയനെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കും. എന്നിട്ട് തീരുമാനിക്കുന്നു, ചർച്ച ചെയ്യുന്നു, ഉപ്പാനോട് വന്ന് കളവ് പറയുന്നു, സഹോദരനെ കൊണ്ടുപോകുന്നു, ഷർട്ട് അഴിച്ചൂരുന്നു, എന്നിട്ട് അവരെ കിണറ്റിലേക്ക് അവർ വലിച്ചെറിയുന്നു. ഇത്രയും പണി ഓല് ചെയ്തു. പാപ്പാനോട് വന്നിട്ട് പറയേണ്ടത് എന്താ? സംഗതി പറ്റിപ്പോയി പാപ്പ, ഞങ്ങൾക്ക് പുറത്തിരുന്നത് എന്നെ കിണറ്റിലാണ് കൊണ്ടുപോയി ഇട്ടത്. പക്ഷേ സഹോദരന്മാർ വന്നിട്ട് എന്താ പറഞ്ഞു പാപ്പാനോട്? ശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫ് 12-ാം അധ്യായം 17-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഖാലു, അവര് പറഞ്ഞു, യാ ബാനാ, അല്ലയോ ഞങ്ങളുടെ ഉപ്പ, ഇന്നാ ദഹബനാ നസ്തബിഖു വതറക്നാ യൂസുഫ ഇൻദ മതാഇനാ, ഞങ്ങൾ ആടിനെ നോക്കാൻ വേണ്ടി പോയപ്പോ ഓട്ടമത്സരം നടത്തി, മത്സരിച്ചോടുകയായിരുന്നു. അങ്ങയുടെ സാധന സാമഗ്രികളുടെ അടുത്തത് നോക്കാൻ വേണ്ടി മതാഇന്റെ അടുത്ത് യൂസുഫിനെ നിർത്തി. ഫഅക്കലഹു ദിഅ്ബു, അവരെ ചെന്നായ തിന്നു. വമാ അൻത ബിമുഅ്മിനിൻ ലനാ, ഞങ്ങൾ എങ്ങനെ പറഞ്ഞാലും നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കൂല. എത്ര കൃത്യമായിട്ട് പറഞ്ഞാലും നമുക്കത് വിശ്വാസം വരൂല. വലൗ കുന്നാ സാദിഖീൻ, ഞങ്ങൾ സത്യം തന്നെ പറയുന്നവരാണ്. ആ ന്യായീകരണത്തിന്റെ സ്വഭാവം ആലോചിച്ചു. ആ സ്ഥാനത്ത് നിന്ന് അവരുണ്ട് ഇറങ്ങിയില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ ബിന്യാമീനെ പിടിക്കപ്പെട്ടു. ആ പിടിക്കപ്പെട്ട സമയത്ത് ബിന്യാമീൻ കുറ്റം ചെയ്തിട്ടില്ല, നമുക്കറിയാം, ചരിത്രം അറിയുന്നതാണ്. പക്ഷേ വെറുതെ വായോണ്ട് ഇപ്പോൾ കളവ് പറഞ്ഞു, അപ്പോഴൊരു കളവ് പറഞ്ഞു. പണ്ട് പിന്നെ ഒരു സഹോദരനാണ്, അവനും ഇതേപോലെ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് അവിടെ വെച്ചിട്ട് യൂസുഫിനെ പിന്നെ മൂത്തോക്കിട്ടാ പറയുന്നത്. യൂസുഫിനോട് വർത്താനം പറഞ്ഞതെന്ന് പോലും അവർക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല. ആ ഒരു കളവ് പറയുന്ന, ന്യായീകരിക്കുന്ന മാനസികാവസ്ഥയിൽ നിലനിന്നാൽ അതിന്റെ അനന്തരഫലം എന്ന് പറയുന്നത് ആജീവനാന്തം ജീവിതത്തിന്റെ കൂടെ കൊണ്ടു നടക്കുന്നവരായിരിക്കും. അള്ളാഹ് അവർക്ക് പുറത്തു കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. തഖ്വയിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് ചെയ്യുന്ന തിന്മകൾ അതിനെ ന്യായീകരിക്കുന്ന മാനസികാവസ്ഥയിൽ നിന്ന് മുക്തമായി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ
ഒരു തഖ്വ മുത്തഖിയാകാനുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് സമയത്തെക്കുറിച്ച് തെറ്റിദ്ധരിച്ചു പോയി. തിന്മ ചെയ്യുന്ന ആളുകൾ അടുത്ത വെള്ളിയാഴ്ച മുതൽ, ഈ വെള്ളിയാഴ്ച ഇങ്ങനെ ഖുതുബ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ തിന്ന പ്രശ്നമുണ്ട്, നാളെ മുതൽ മറ്റന്ന മുതൽ ഇത് തിരുത്തിയിട്ടൊക്കെ ശരിയാണ്, അടുത്ത നോമ്പ് വന്ന ഒരു ഉംറയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഉഷാറാവണം. ഈ ടൈമിനെ കുറിച്ചുള്ള, ആയുസ്സിനെ കുറിച്ചുള്ള ഒരു മിസ്കൺസെപ്ഷൻ, തെറ്റായ ധാരണ. അല്ലാഹ് എന്താ പറഞ്ഞത്? ഹുവല്ലദീ ഖലഖകും മിൻ ത്വീൻ, നിങ്ങളെ ത്വീനിൽ നിന്ന്, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. സുമ്മ ഖളാ അജല, എന്നിട്ട് നിങ്ങൾക്കൊരു അജല്, ഒരു അവധി നിശ്ചയിച്ചിരിക്കുന്നു. വാജലും മുസമ്മാ ഇൻദഹു സുമ്മ അൻതും തംതറൂൻ, ആ അജല് എനിക്കും നിങ്ങൾക്കും അറിയാത്തൊരു അജലാണ്, അവിടുന്ന് മാറ്റം വരുത്താൻ കഴിയാത്ത തരത്തിലുള്ള അജലാണ്. ലികുല്ലി ഉമ്മത്തിൻ അജലുൻ, എല്ലാ ഉമ്മത്തിനും സമുദായത്തിനും ആളുകൾക്കൊക്കെ അജലുണ്ട്. ഫഇദാ ജാഅ അജലുഹും, അവരുടെ അജൽ എത്തിക്കഴിഞ്ഞാൽ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, മൈക്രോ സെക്കൻഡ് മുമ്പിലേക്ക്, മൈക്രോ സെക്കൻഡ് പിന്നിലേക്ക്, ആയുസ് അങ്ങോട്ടും നീട്ടൂല ഇങ്ങോട്ടും നീട്ടൂല, എന്ന് നന്നാവാൻ കാത്തിരിക്കും. ഈ തന്നിലുള്ള തിന്മകളെ, തന്നിലുള്ള പോരായ്മകളെ, മതവിരുദ്ധ പ്രവർത്തനങ്ങളെ തിരുത്താൻ എന്നത്തേക്ക് കാത്തിരിക്കുക? ഈ ഒരു ധാരണയിൽ നിന്ന് നമുക്ക് മോചനം ലഭ്യമാകേണ്ടതുണ്ട്. രാത്രി മരിക്കുക, 19 വയസ്സുള്ള പെൺകുട്ടി കുഴഞ്ഞു വീണിങ്ങനെ മരിക്കുക അല്ലെ? ഞാനാണ് ഇന്ന് രാത്രി മരിക്കണമെന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ എന്ന് ആലോചിക്കാൻ പറ്റും, അന്നേ നന്നാവുള്ളൂ, അന്നേ മുത്തക്കിയാകാൻ പറ്റും. ഒരു കുടുംബത്തിലെ 4 കുട്ടികൾ ഒന്നിച്ചു മരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുരന്തങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കാത്തുരക്ഷിക്കുമാറാണ്. ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് റബ്ബ് പ്രദാനം ചെയ്യുമാറാണ്. മൂന്നാമത് തിരുത്തേണ്ട ഒരു ധാരണയുണ്ട്. അത് മഗ്ഫിറത്തിനെ സംബന്ധിച്ചുള്ള, ഇസ്തിഗ്ഫാറിനെ കുറിച്ചുള്ള ഒരു തെറ്റായ ധാരണ. ഒരാളുടെ കൂടെ ഒരു തിന്മയുണ്ട്, എന്താ ചിന്തിക്കുക? ഈ ചെയ്യണ പണി എന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക, എന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും. അങ്ങനെ ഒരു തൗബ ഇസ്ലാമിലില്ല. അങ്ങനെ ഒരു പാപമോചന സംവിധാനവും ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ തൗബ എന്ന് പറയുന്നത് ഒരു വ്യക്തി അറിയാതെ ഒരു തെറ്റ് ചെയ്തു പോയി, അവന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുത്തുക. തൗഹീദൊന്നും ഉണ്ടായിരുന്നില്ല, ശിർക്കിൽ ജീവിച്ചിരുന്ന ഒരു കാലം. കുറെ മക്കാമിലേക്ക് പോയിട്ടുണ്ട്, കുറെ എടുത്തിട്ട് അങ്ങോട്ടും കൊണ്ടുപോയിട്ടുണ്ട്, കുറെ എടുത്തിട്ട് ഇങ്ങോട്ടും കൊണ്ടുപോയിട്ടുണ്ട്. ഹറാമും ഹലാലും നോക്കാതെ കച്ചവടം ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ജീവിതത്തിൽ കുറെ ചെയ്തു കൂട്ടിയിട്ട് ഭാര്യന് കഴിയുന്നിടത്തോളൊക്കെ ദ്രോഹിച്ചിട്ട്, ഭർത്താവിന്റെ നേരക്കൊക്കെ കുറെ ചാടും ഒച്ചടും ഒക്കെ ചെയ്തിട്ടുണ്ട്. വാപ്പ മക്കളോട്, മക്കൾ ഭാര്യമാരോട്, അയൽവക്കക്കാരോട് പലരും ദ്രോഹിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ബേജാറ്, ആ ബേജാർ ഇല്ലാതിരിക്കാനുള്ള ഒരു ആശ്വാസത്തിന് വേണ്ടി ഇസ്ലാം നിശ്ചയിച്ച ഒരു സാധനമാണ് ഇസ്തിഗ്ഫാർ. അങ്ങനെ ആലോചിക്കുമ്പോ ബേജാറുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നബ്ബി ഇബാദി, എന്റെ അടിമകളെ, പ്രവാചകരെ താങ്കൾ അറിയിക്കണം, അന്നീ അനൽ ഗഫൂറുർ റഹീം, ഞാൻ ഗഫൂറാണ്, ഞാൻ റഹീമാണ് എന്ന് എന്റെ അടിമകളോട് പറഞ്ഞേക്കുക. വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എന്റെ അദാബ്, ശിക്ഷ എന്ന് പറയുന്നത് അതിശക്തമായ വേദനയുള്ളതാണ് എന്നും അവരെ അറിയിക്കേണ്ടതുണ്ട്. ശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിലൂടെ അല്ലാഹ് പറയുന്നു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സിനോട് ഇസ്റാഫ് ചെയ്ത, അതിർലംഘനം കാണിച്ച എന്റെ അടിമകളോട് പ്രവാചകരെ പറഞ്ഞേക്കുക, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് നിങ്ങൾ നിരാശരാകേണ്ടതില്ല. പടച്ചോൻ പൊറുക്കൂലേ എന്ന ബേജാറ് വേണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും ദുനൂബുകളും ഒക്കെ അവൻ നിങ്ങൾക്ക് പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അപ്പോ ന്യായീകരിക്കുക, സമയത്തെക്കുറിച്ച് തെറ്റായ ധാരണ, പാപമോചനത്തെ കുറിച്ചുള്ള തെറ്റായ ധാരണ, നാളെ തൗബ ചെയ്യാം, ചിലപ്പം ചാൻസ് കിട്ടാതെ മരിച്ചു പോകും. അപ്പൊ ഇവൻ തഖ്വ ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഉണ്ടാവുക. നാലാമതായി ദുനിയാവ പ്രശ്നം. ദുനിയാവിന്റെ വിഷയത്തിൽ ഹലാലു ഹറാമ് നോക്കാത്ത ഒരാൾ എന്തിനാ ജീവിക്കണം? എന്തിനാ? പൈസ ഉണ്ടാക്കാൻ അല്ലേ? ഈ പണം എന്തിനുള്ള? ദുനിയാവ് ആസ്വദിക്കാൻ. ആ ദുനിയാവിനെ കുറിച്ച് ശൈത്താൻ അവൻ ഇങ്ങനെ പേടിപ്പെടുത്തുന്നുണ്ട്. അല്ലാഹ് പറയാണ്, നിങ്ങൾ തഖ്വ ഉള്ളവരായിക്കോളിൻ, യജ്അൽ ലഹു മഖ്റജ, അവർക്ക് തുറന്നു തരുന്ന. الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت 7 سنابل في كل سنبلة 100 حبة والله يضاعف لمن يشاء والله واسع عليم. സൂറത്തുൽ ബഖറയുടെ 261 ആയത്തിൽ അല്ലാഹ് പറയും, നിങ്ങൾ ചെലവഴിച്ചോളി. ഒരു നെല്ല്, എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ഗ്രാമപ്രദേശത്ത് വരുന്നു, കൃഷി ചെയ്യുന്ന നെല്ലൊക്കെ ഉണ്ടാക്കുന്നു.
നെല്ല് പാടത്ത് കൊണ്ടുപോയി അങ്ങിട്ടാൽ അതിൽ നിന്ന് ഒരു ചെടി ഇങ്ങനെ മുളച്ച് വരും. അതിൽ നിന്ന് ഇങ്ങനെ 7 കതിരിങ്ങനെ വരും. ഓരോ കതിരിലുണ്ടാകും 40, 50, 60, 70 ഒക്കെ. ഒരൊറ്റ മണി നിലത്തിട്ടാൽ, നെൽമണി നിലത്തിട്ടാൽ അതിൽ നിന്ന് 500, 600 നെൽവിത്തുണ്ട്. അത് നിലത്തിടണം കേട്ടോ, അപ്പോഴേ ഉണ്ടാവും. നിങ്ങൾ ചെലവഴിക്കണം എന്നാണ്. അവിടെ കൊണ്ടുപോയിട്ട് അത് പത്തായത്തിൻ്റെ ഉള്ളിൽ വെച്ച് കെട്ടിപ്പൂട്ടി അതിൻ്റെ മുകളിൽ മലന്ന് കിടന്നിട്ട് അല്ലാഹുമ്മ റിസുഖ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസുഖൊന്നും വരും. അത് ചെലവഴിച്ചാലേ വളരും. അത് ഖുർആന്റെ പോളിസി. പക്ഷെ ശൈത്താൻ എന്താ പറഞ്ഞത്? ശൈത്താൻ ദാരിദ്ര്യത്തെ കുറിച്ച് നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്. കൊടുക്കുമ്പോ അങ്ങനെ എണ്ണി വെക്കും അല്ലേ, വലിയ ബേജാറാണ്. ഇങ്ങനെ എണ്ണി 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 പിന്നെ എണ്ണി പിന്നെ എണ്ണി 1 കോടി ഉറുപ്പ്യക്കൊക്കെ പെര കയറ്റുന്ന ആൾക്കാരല്ലേ. 1 കോടി 2 കോടി 3 ഒക്കെ ചെറിയ എമൗണ്ട് ആണ് അല്ലേ. അവിടെ പള്ളിന്റെ പണി നടക്കണം തലശ്ശേരി. അതിന്റെ സംഭാവന ഒന്നതിന്റെ ലിസ്റ്റൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. 5000, 10000, 2000 ഇതൊക്കെ എന്തോ വലിയ കാര്യപ്പെട്ട സംഖ്യ ഇപ്പം കൊടുത്തതെന്ന്. അതുകൊണ്ട് പോരുമ്പോഴേ അമ്മാന്റെ പള്ളേന്ന് പുറത്തേക്കൊണ്ട് പോരുമ്പോഴേ അള്ള പറയുന്നുണ്ട് സൂറത്ത് നഹലിന്റെ 68-ാമത്തെ ആയത്തിൽ, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലകും തഷ്കുറൂൻ. നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങൾ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു. ലാ തഅലമൂന ശൈആ, നിങ്ങൾക്ക് ഒരു വിവരം ഉണ്ടായിരുന്നില്ല. ഉറുമ്പ് അടിച്ച അമ്മ എന്നെ ഉറുമ്പ് അടിക്കണ്ടെന്ന് പറയാൻ കരയാണ്. എന്തിനാ കരയാ? വിശന്നാലും കരയും, ഉറുമ്പ് അടിച്ചാലും കരയും, മൂത്രമൊഴിച്ച ഉടുത്തൊടുത്ത തുണിയിൽ മൂത്രമൊഴിച്ചാലും കരയും. ആകെ അറിയുന്ന ഒരു നോളജ് ഉണ്ടായിരുന്നൊരു വിവരം കരയാൻ മാത്രം. ചുരുട്ടിപ്പിടിച്ച കൈകളുമായി അടച്ചു പിടിച്ച കണ്ണുകളുമായി ഭൂമിയിലേക്ക് കടന്നു വന്നു. അവന് കാഴ്ചശക്തി നൽകി, അവന് കേൾവി ശക്തി നൽകി, അവന് ചിന്തിക്കാനുള്ള ശേഷി. ഈ അള്ള കൊടുത്ത കണ്ണും കാതും ബുദ്ധിയൊക്കെ കൂടി ഉപയോഗിച്ചിട്ടാണ് അവൻ ഭൂമിയിലുണ്ട് അവന് സമ്പാദിച്ചു കൂട്ടിയത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാവുന്ന സാധനം അള്ള നൽകിയ നിഅമത്തുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് ചെലവഴിക്കേണ്ടിടത്ത് ചെലവഴിക്കാതെ കുറയും എന്ന് പറയുകയും ഹറാമിന്റെ മാർഗത്തിലൂടെ സമ്പാദിക്കാനുള്ള പ്രേരണ നൽകുകയും ചെയ്തതാരാ? ശൈത്താനാണ് എന്ന് സൂറത്തുൽ ബഖറയുടെ 268-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. ഏതൊരു തിന്മ ചെയ്താലും ശൈത്താൻ പറയും ഉഷാറായിട്ടുണ്ടെന്ന്. ഖുർആൻ പറഞ്ഞതാ, സയ്യന ലഹുമുശ് ശൈത്താനു അഅമാലഹും. സയ്യന ലഹുമുശ്, അവന്റെ കർമ്മങ്ങളൊക്കെ സയ്യന, അത് അലങ്കാരമുള്ളതാക്കി തോന്നിപ്പിച്ചു. ഇസ്ലാമിലെ സ്ത്രീകൾക്ക് ഒരു ഡ്രസ് കോഡ് ഉണ്ട്. എന്താണ് അത്? മുഖമക്കനം. ഇന്നത്തെ സലഫി മസ്താന്ന് വിളിക്കുന്ന ആ സാധനം, ആ മസ്ത എന്താണെങ്കിൽ അതന്നെ. അതല്ലാത്ത ഏത് കോലത്തിൽ ചുറ്റി നിന്നാലും അത് ഇസ്ലാമിലെ ഹിജാബ് ആകൂല. ഇന്നലെ 2 ഞെറിയിട്ടിട്ടാ ചുറ്റിയത്, ഇന്ന് 3 ഞെറിയിട്ട് ചുറ്റിയിട്ട് കണ്ണാടറമ്പിൽ നിന്ന ശൈത്താൻ പറയും ഇന്നലത്തേക്കാൾ ഉഷാറായിട്ടുണ്ട്, നല്ല ഭംഗി. ഇത് ഭംഗി ഉണ്ടാക്കാൻ വേണ്ടി സാധനം ഹിജാബ്. ഹജബ എന്ന് പറഞ്ഞാൽ മറച്ചു എന്നാണ്. ഹിജാബ് എന്ന് പറഞ്ഞാൽ മറക്കാനുള്ള സാധനം. മറക്കാനുള്ള സാധനത്തിന്റെ സീനത്ത് കൂടിയത് എത്രത്തോളം സമയം ചെലവഴിക്കണോ അത്രത്തോളം. അവന്റെ കർമ്മങ്ങളെ ശൈത്താൻ നന്നാക്കി കാണിച്ചു കൊടുക്കുന്നു. ഒരു കസ്റ്റമർ മുമ്പിൽക്ക് വന്ന് പച്ചക്കാണ് പറ്റിച്ച് ചതിച്ചങ്ങ് വിട്ട് എനിക്കറിയാം അത് ഒപ്പിച്ചതാണെന്നുള്ളത്. എന്നിട്ട് ഓന് മനസ്സിൽ ഇങ്ങനെ തോന്നും കച്ചവടക്കാരനെ, ഞാൻ ഇപ്പോഴാണ് ശരിക്കും ഒരു കച്ചവടക്കാരനായത്, പൈസ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് പഠിച്ചത്. ശൈത്താൻ തോന്നിപ്പിക്കണാണ്. വലിയ വഞ്ചനകളും ചതികളും ഒക്കെ കച്ചവടത്തിന്റെ ലോകത്ത് ഇത് ഒരു മുത്തക്കിയാവുന്നതിന്റെ മുൻപിലെ തടസ്സമാണ്. പിശാച് ദുനിയാവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കി തീർക്കുന്ന പ്രശ്നങ്ങൾ മറ്റൊരു തടസ്സമുണ്ട്. അത് തിന്മയുടെ സിറ്റുവേഷൻ, സാഹചര്യങ്ങളാണ്. ഒരു തിന്മ ചെയ്യുന്ന സാഹചര്യം, ആ സാഹചര്യത്തിൽ ഒരു കുട്ടി ലഹരി ഉപയോഗിക്കുന്നു. എപ്പോ അവന്റെ കൂട്ടായ ആളുകൾക്ക് അവന്റെ കൂട്ടുകെട്ട് ആ രൂപത്തിലാകുമ്പോൾ, ആരായിരുന്നാലും ഏത് മേഖലയിലായിരുന്നാലും ആ കൂട്ടുകെട്ടിനകത്ത് നിന്ന് അവൻ പുറത്തു പോരാൻ സ്വയം തീരുമാനിക്കാത്തിടത്തോളം കാലം അവൻ എന്നും ആ തിന്മയിൽ തന്നെയായി. ബനൂ ഇസ്രായേൽ സംഭവിച്ച 99 ആളുകളെ വധിച്ചു കളഞ്ഞ ഒരു മനുഷ്യൻ, അവന് കുറ്റബോധമുണ്ടായി. അവൻ ഒരു ആബിദിന്റെ ഇബാദത്തുമായി കഴിഞ്ഞുകൂടുന്നവന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, കഥ അറിയാം അല്ലെ, പാപമോചനുണ്ടോ, തൗബുണ്ടോ? ഇബാദത്തേറ്റ് കഴിഞ്ഞുകൂടുന്നവന് ഇൽമുണ്ടായിക്കൊള്ളുന്നില്ല. പള്ളിക്ക് എങ്ങനെ സുബ്ഹാനല്ലാഹ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെല്ലുന്നതിന് കൂലിട്ടു. പക്ഷെ അവനേക്കാളും മേലെയാണ് ആലിം, ആലിമിന്റെ താഴെയാണ് ആബിദ്. ആബിദിനോട് എന്നിട്ട് ചോദിച്ചു, അപ്പം പറഞ്ഞു ഇല്ല, പാപമോചനമൊന്നുമില്ല. അള്ളാന്റെ ദീനിന്റെ വിഷയത്തിൽ വിവരല്ലാണ്ട ഫത്വ കൊടുക്കരുത്, തലേന്ന് പോകുന്നു. ആനെ തട്ടിക്കളഞ്ഞു. 100ാമത്തവനെ കൊന്ന് പിന്നെയും അവന് കുറ്റബോധം.
അവനൊരു ആലിമിന്റെ അടുക്കൽ ചെന്ന് ഫത്വ ചോദിച്ചു, എനിക്ക് തൗബുണ്ട്, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇനി അവിടെ വെക്കാൻ പാടില്ല. അവിടെ എന്താ 101-ാമത്തോനെയും 102-ാമത്തോനെയും തട്ടും, നാട് വിട്ടു പോകണമെന്ന്. നന്മയിൽ ജീവിക്കാൻ പറ്റുന്ന മറ്റൊരു നാടുണ്ട്, അവിടേക്ക് എന്ത് ചെയ്യണം? നാട് വിട്ടു പോകണം. ഒരു തിന്മയുടെ കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ടിന്റെ ഉള്ളിൽ നിന്ന് മോചിതനാകാത്തിടത്തോളം കാലം ഒരാൾക്ക് തഖ്വയിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആറാമതായി തഖ്വക്കുള്ളൊരു തടസ്സം, ചെയ്യുന്ന തിന്മകളൊക്കെ നിസ്സാരവൽക്കരിക്കും. ചെറുതല്ലേ എന്നുള്ള തരത്തിലുള്ള തോന്നലുകൾ ഉണ്ടാക്കി തീർക്കും. അത് ശൈത്താൻ ഉണ്ടാക്കി തീർക്കുന്ന ഒരു സ്വഭാവമാണ് എന്ന് മനസ്സിലാക്കുക. സഹോദരന്മാരെ, നോമ്പിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ചും റമദാന്റെ പ്രത്യേകതകളെ കുറിച്ചുമാണ് പറഞ്ഞത്. ഒരു നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം എന്ന നിലക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു മേഖല നോമ്പിന്റെ ഫിഖ്ഹാണ്, നോമ്പിന്റെ കർമ്മശാസ്ത്രപരമായ മേഖലയാണ്. വിശദീകരിച്ച് പറയാതെ ഞാൻ പരാമർശിച്ചു പോവുക മാത്രമാണ് ചെയ്യുന്നത്. നോമ്പിന്റെ കർമ്മം അത് ആരംഭിക്കുന്നത് മാസപ്പിറവി ദർശനത്തിലൂടെയാണ്. മാസപ്പിറവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമു ലിറുഇയത്ത്, അതിനെ കണ്ടാൽ നിങ്ങൾ നോമ്പ് ആരംഭിക്കുക. വഅഫ്തിറു ലിറുഇയത്ത്, അതിനെ കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുക. അതുകൊണ്ട് തന്നെ മാസപ്പിറവി ദർശനം എന്ന് പറയുന്നത് പലജാതി ചിന്താഗതികളുണ്ട്. ആകാശത്തിൽ അവിടെ കണക്ക് പ്രകാരം ഉണ്ടായാൽ മതി, കണ്ടോളണം എന്നില്ല. അതിന് മക്കത്ത് കണ്ടാൽ മതി. ഇസ്ലാമിലൊരു പ്രായോഗികതയുണ്ട്. ആ പ്രായോഗികതയുടെ അടിസ്ഥാനത്തിൽ ഭൂമി കറങ്ങുന്നതായതുകൊണ്ട് തന്നെ മക്കയെ മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ട് തീരുമാനമെടുത്താൽ അത് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും സ്വീകരിക്കുക എന്നത് പ്രായോഗികമല്ലാത്തത് കൊണ്ട് തന്നെ ഓരോ ഭൂപ്രദേശങ്ങളിലുമുള്ള ആളുകൾ അത് കാണണം എന്നുള്ളത്. ആരെങ്കിലും ഒരാൾ കണ്ടാൽ മതി. 2 സാക്ഷി ഇസ്ലാമിൽ വേണം എന്നാണ് ഒരു നിയമമുള്ളത്. ഈ മാസപ്പിറവിക്കും 2 സാക്ഷി വേണം. എന്നാൽ ഒരാൾ, വിശ്വസനീയമായ ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറ്റൊരു സാക്ഷിയെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സ്വഹാബികൾ മാസപ്പിറവി ദർശനം അറിയിക്കുകയും അത് പ്രവാചകൻ ഒറ്റ ആൾ വന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രവാചകൻ അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില വസുവാസിന്റെ ആൾക്കാരുണ്ട്, കണ്ടോ അല്ലേ എന്ന് നിറയെ സംഘടനയും നിറയെ ഇഖ്തിലാഫാ, എന്നൊരു 2 ദിവസം മുമ്പാണ് നേരത്തെ തുടങ്ങാം. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. ലാ തഖദ്ദമു റമളാൻ, റമളാനിനെ നിങ്ങൾ നേരത്തെ ആരംഭിക്കരുത്. ബിസൗമി യൗമിൻ വലാ യൗമൈൻ, ഒരു ദിവസം മുൻപ് 2 ദിവസം മുമ്പ് നിങ്ങൾ ആരംഭിക്കുവാൻ പാടുള്ളതല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഫഖദ് അസാ അബുൽ ഖാസിം, അബുൽ ഖാസിമിൽ അവൻ അനുസരണക്കേട് കാണിച്ചിരിക്കുന്നു. അബുൽ ഖാസിം എന്ന റസൂലുള്ളാഹിന്റെ വിളിപ്പേര്, കുഞ്ഞത്താണ് അബുൽ ഖാസിം. അബുൽ ഖാസിം എന്ന് പറഞ്ഞ മോണ്ടായിരുന്നു, ഖാസിമിന്റെ വാപ്പയിൽ അവൻ അനുസരണക്കേട് കാണിച്ചിരിക്കുന്നു എന്നുള്ളത്. മാസപ്പിറവി കാണാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതിങ്ങനെ സംഘടനയുടെ അനൗൺസ്മെന്റ് വന്നോളും. ഫേസ്ബുക്ക് ഇങ്ങനെ തുറന്നിരിക്കല്ല, ഫേസ്ബുക്കിന്റെ ഉള്ളിലേക്കല്ല നോക്കേണ്ടത്, ആകാശത്തിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്? മാസപ്പിറവി കാണാൻ വേണ്ടി നോക്കേണ്ടത്. കണ്ടു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വറബ്ബി വറബ്ബുക അല്ലാഹ്. അറിയാത്ത ആൾക്കാരെ നോമ്പ് തുറക്കാനുള്ള 1-ാമത്തെ ദിവസത്തിനുള്ള അരിയൊക്കെ പൊടിച്ച് റെഡിയാക്കിയേണ്ട ആ തിരക്കിന്റെ ഇടയിൽ കൂടെ മാസപ്പിറവി കണ്ടാലുള്ള പ്രാർത്ഥന എഴുതി വെച്ചിട്ട് കാണാതെ പഠിച്ചു. നോമ്പിനുള്ളവർക്ക് അങ്ങനെ ഒരുക്കുന്നുണ്ട്, ദീനോണ്ടുള്ളവർ ഒരുക്കം. അരി പൊടിക്കണ പണി അപ്പുറത്ത് കൂടെ മുളകും മല്ലിയൊക്കെ അത് വേറെ പൊടിച്ച് വെച്ചോളി, ഇത് കൂടെ ഉണ്ടായിരിക്കണം. പ്രാർത്ഥന പഠിച്ചു വെക്കുക. 1-ാമത്തെ ദിവസം ഇവിടുന്ന് കണ്ടോളണം എന്നില്ല, ചിലപ്പോൾ 2-ാമത്തെ ദിവസം മുറ്റത്ത് ഇറങ്ങി നോക്കുന്ന കാണും. അപ്പോൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അഹില്ലുഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാമി വറബ്ബി വറബ്ബുക അല്ലാഹ്. എല്ലാ കർമ്മങ്ങൾക്കും ഉണ്ടാവേണ്ടത് നോമ്പിനും ഉണ്ടായിരിക്കണം. അത് നിയ്യത്താകുന്നു. മഹല്ലു നിയ്യത്തി ഖൽബുൻ, നിയ്യത്തിന്റെ സ്ഥാനം അത് ഹൃദയമാകുന്നു. പിടിക്കാൻ, എടുക്കാൻ അത് കയ്യാ ഉപയോഗിക്കാൻ, നടക്കാൻ കാല ഉപയോഗിക്കുക. നിയ്യത്ത് അത് നിയ്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഹൃദയമാണ്. നാവ് കൊണ്ട് നവൈതു സൗമ ഗദിൻ അനദാഇ ഫർളി റമളാൻ ലില്ലാഹി തആല എന്ന് മദ്രസയിൽ നിന്ന് ചൊല്ലി പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് ബിദ്അത്താകുന്നു. നാവ് കൊണ്ട് നിയ്യത്ത് പറയൽ ബിദ്അത്താകുന്നു. കുല്ലു ബിദ്അത്തിൻ ളലാലത്തുൻ വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ഇസ്ലാമിൽ പുതുതായി ഉണ്ടായ ഒരു ദുരാചാരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാവ് കൊണ്ട് നമസ്കാരത്തിനോ നോമ്പിനോ ഒന്നിനും നിയ്യത്ത് ചൊല്ലി പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് റമളാനിലെ നിർബന്ധമായ നോമ്പുകൾക്ക് സൂര്യോദയത്തിന് മുൻപ്
നിയ്യത്തുണ്ടായിരിക്കണം. സുന്നത്തായ നോമ്പാണെങ്കിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷം രാവിലെ 8 മണി 9 മണി വരെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. റസൂലുള്ളാഹി വീട്ടിലേക്ക് കയറി ചെല്ല, എന്താ ഭക്ഷണം കഴിച്ചത്? ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് നോമ്പാണ് തീരുമാനം എടുക്കുന്നത് ളുഹന്റെ നേരത്തെ, ളുഹയുടെ സമയത്ത്. അതുവരെ ഒന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ തീരുമാനിച്ച് അപ്പോൾ നോമ്പ് വെക്കാം. അത് സുന്നത്ത് നോമ്പിൽ അനുവദനീയമാണ്. ഫറലിൽ സൂര്യോദയത്തിന് മുൻപ് ഒരു തീരുമാനം, നാളെ മുതൽ ഒന്നിച്ച് ഒരു മാസത്തേക്കോ, അല്ലെങ്കിൽ ഏറ്റവും അഫ്ളൽ എന്ന് പറയുന്നത് ഓരോ ദിവസത്തേക്കും. മറക്കാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ ഈ റമദാൻ പൂർണ്ണമായി ഞാൻ നോമ്പെടുക്കുന്നതാണ് എന്ന് മനസ്സുകൊണ്ട് കരുതാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീഴ്ച വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. നോമ്പിന്റെ ഫിഖഹിൽ സുപ്രധാനമാണ് അത്താഴം കഴിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ ബറക്കത്ത് പഠിപ്പിക്കപ്പെട്ട ഭക്ഷണമാണ് അത്താഴം. ആൾക്കൊക്കെ ആ നേരത്തെ ഒന്നും ഇങ്ങോട്ട് എണീക്കാൻ വലിയ പ്രയാസമൊക്കെ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഇപ്പം ആ നേരത്ത് ഭക്ഷണം കഴിക്കുക, വലിയ കുശാലായ ഭക്ഷണമൊന്നും ആ നേരത്ത് കഴിക്കേണ്ടതില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഫളലു മാ ബൈന സിയാമിനാ വ സിയാമി അഹ്ലിൽ കിതാബി അക്ലത്തു സഹർ. നമ്മുടെയും അഹ്ലുൽ കിതാബിന്റെയും നോമ്പുകൾക്കിടയിലുള്ള വേർതിരിവ് അത് അക്ലത്തു സഹർ, അത് സഹർ കഴിക്കുക എന്നുള്ളതാണ്. ജൂതനെ, ക്രിസ്ത്യാനിയെ, മുസ്ലിമിനെ അവർക്ക് നോമ്പുണ്ട്, നമുക്ക് നോമ്പുണ്ട്. ആ നോമ്പിന്റെ വേർതിരിവാണ് അത്താഴം കഴിക്കുക. നിഅമു സുഹൂറുൽ മുഅ്മിനി അത്തംർ. ഒരു മുഅ്മിനിന്റെ സഹൂറിൽ, അത്താഴ ഭക്ഷണത്തിൽ ഏറ്റവും നല്ലത്, നിഅമ നന്നായിട്ടുള്ളത്, അത്തംറുൻ അത് ഈത്തപ്പഴമാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് വീണ്ടും കാണാം, ഇന്നമാ ബറകത്തുൻ, അത് ബറക്കത്തുള്ളതാണ്, അനുഗ്രഹമുള്ളതാണ്. അതിനെ നിങ്ങൾ സ്വീകരിക്കണം, അത് നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ പറഞ്ഞ നിരവധി ഹദീസുകൾ ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. നോമ്പിന്റെ പകൽ അത് സാധാരണ ദിവസങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരിക്കും. ചീത്തവാക്കുകൾ, പ്രവർത്തനങ്ങൾ അല്ലാത്ത സമയത്തുണ്ടാവരുത്, നോമ്പിന്റെ സമയത്ത് തീരെയുണ്ടാവും. ചില ആളുകൾ പട്ടിണി കിടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവന്റെ സാധാരണ നിലക്കുള്ള അവന്റെ അതേ ജീവിതമായിരിക്കും നോമ്പ് കാലത്തുണ്ടാവും. റസൂലുള്ളാഹി പറഞ്ഞു, മൻ ലം യദഅ ഖൗല അസ്സൂരി വൽ അമൽ, ചീത്ത വാക്കുകൾ, ചീത്ത പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കാൻ ഒരാൾ സന്നദ്ധനല്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ്ജത്തുൻ അൻ യദഅ തആമഹു വശറാബ, അവന് ഭക്ഷണവും വെള്ളമൊന്നും ഉപേക്ഷിക്കേണ്ട ഒരാവശ്യം അല്ലാഹ്ക്കില്ല. നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടി പ്രയാസപ്പെടണം എന്നൊന്നും ആർക്കാഗ്രഹമല്ല? അള്ളാഹുവിന് ആഗ്രഹമുണ്ട്. അവൻ തഖ്വയുള്ളവനാവണം, അവന്റെ നാവിൽ തഖ്വ ഉണ്ടാവണം. അവന്റെ ആമാശയത്തിന് മാത്രം പട്ടിണിയല്ല, അവന്റെ മനസ്സിലും അവന്റെ കാതിനും അവന്റെ കണ്ണിനും ഒക്കെ തഖ്വയുള്ള ഒരവസ്ഥ ഉണ്ടായിരിക്കണം. കാതുകൊണ്ട് പാടില്ലാത്തത് കേൾക്കരുത്, നാവ് കൊണ്ട് പാടില്ലാത്തത് പറയരുത്. നോമ്പ് കഴിഞ്ഞാലും അങ്ങനെ പറയും. നോമ്പിന്റെ സമയത്ത് ആളുകൾ ചണ്ടക്ക് വന്നാൽ എനിക്ക് നോമ്പാണ് എന്ന് പറയും അല്ലേ. നോമ്പ് കഴിഞ്ഞിട്ടൊരു മാസം കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ റമദാനിൽ നോമ്പായിരുന്നു എന്ന് പറയാൻ സാധിക്കണം. അവിടെയാണ് തഖ്വയുടെ വളർച്ച എന്ന്. ആ നോമ്പിന്റെ സ്വാധീനം, അതിന്റെ എഫക്റ്റ് അതിങ്ങനെ അടുത്ത കാലഘട്ടത്തിലേക്ക് തന്നെ അതിങ്ങനെ ചോർന്നു പോകുന്നുണ്ടെന്ന് തോന്നിയാൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയൊക്കെ ഇങ്ങനെ നോമ്പെടുത്ത് കൊടുക്കും. ആ നോമ്പെടുക്കുമ്പോൾ നോമ്പിന്റെ സമയത്തുള്ള ആ ഒരു സൂക്ഷ്മതാബോധം. ചില ആളുകളുണ്ട് വലിയൊരു ദുരന്ത കഥാപാത്രങ്ങൾ. പകല് പുകവലിക്കാൻ പാടില്ല എന്ന്, എന്നിട്ട് നോമ്പ് തുറക്കാൻ കാത്തിരിക്കാൻ, ഇത് ഇങ്ങനെ ഇരിക്കും, ഇത് തീ കൊളുത്താൻ വേണ്ടിയിട്ട്. പിന്നെന്തിനാ നോമ്പ് പറ്റും? അത് ആളുകളൊക്കെ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ വെറുതെ പട്ടിണി കിടക്കാം, തിന്മകളെ മുഴുവൻ മാറ്റിവെക്കുക, എന്നിട്ട് അത് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യാം, അതൊന്ന് കഴിഞ്ഞ് കിട്ടിയിട്ട് അവൻ എന്തോ ഒരു പ്രത്യേകമായൊരു പണി ചെയ്യുന്നു എന്നൊരു ശൈത്താൻ അങ്ങനെ തോന്നിപ്പിച്ചതാണ്. തിന്മകൾ ഉപേക്ഷിക്കാൻ ഒരാൾ സന്നദ്ധരല്ലെങ്കിലും പട്ടിണി കിടക്കേണ്ട ഒരാവശ്യവുമില്ല. റുബ്ബസായിം, എത്ര നോമ്പുകാരാണ്. ഹല്ലുഹു മിൻ സിയാമിഹി അൽജുഅ വല്ലതസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദാഹവും വിശപ്പല്ലാതെ മറ്റൊന്നും ബാക്കിയാവാതെ എത്ര നോമ്പുകാരാണ്. നോമ്പൊക്കെ കഴിഞ്ഞൊരു മാസം അവൻ കുറെ പട്ടിണി കിടന്നു, കുറെ ദാഹം സഹിച്ചു, മറ്റൊന്നും അവന് ഉണ്ടായിട്ടില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നു. നോമ്പിന്റെ അവസാന സമയം, നോമ്പ് തുറക്കുന്ന സമയം, അവിടെ കുറെ സുന്നത്തുകൾ സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കുക. നോമ്പ് തുറക്കുന്ന സമയം ഒരുപാട് സുന്നത്തുകൾ പഠിപ്പിക്കപ്പെട്ട സമയമാണ്. നോമ്പ് തുറക്കാൻ വേണ്ടി ധൃതി കാണിക്കാത്തിടത്തോളം കാലം ആളുകൾ ഹൈറിലാവുകയില്ല. നോമ്പ് തുറക്കാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? ധൃതി കാണിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ധൃതി കാണിക്കല് നോമ്പ് സമയമാണ് എന്റെ നോമ്പ് തുറക്കലല്ല, മറിച്ച് സമയമായി ഉറപ്പായാൽ ആ സെക്കൻഡ് ഫിനിഷ് ചെയ്താൽ
പെട്ടെന്ന് നോമ്പ് തുറക്കാന്നുള്ളത്. ചെയ്ത്താൻ സമ്മതിക്കൂലേ. എൻ്റെ വാച്ചിൽ എത്രയായി? 6:36. ഇപ്പുറത്ത് എത്രയായി? 35 ആയിട്ടേ ഉള്ളൂ. എല്ലാ ഓന് കോളേജിൽ പോകാനും സ്കൂളിൽ പോകാനും വീഡിയോ ഇറക്കാനും ഒക്കെ ഈ വാച്ച ഉപയോഗിക്കുന്നത്. നോമ്പ് ഇറക്കാൻ നേരത്തെ ഓനക്ക് അവൻ്റെ വാച്ചനെ എന്തില്ല വിശ്വാസം. മൊബൈലിൽ ഫോൺ നോക്കി കഴിഞ്ഞാൽ അത് ക്ലിയർ ആയില്ല, ക്ലോക്കിൽ നോക്കി അപ്പം ഈ പള്ളിയിൽ നിന്ന് വാങ്ങ് കൊടുത്തു, ആ പള്ളിയിൽ നിന്ന് വാങ്ങ് കേട്ടില്ലല്ലോ, ആ പള്ളിയിൽ നിന്ന് വാങ്ങൊന്നും പള്ളിക്ക് ചിലപ്പോൾ കേൾക്കൂല. കാരണം പ്രായമുള്ള വല്ല മഴതിമാരൊക്കെ ഉണ്ടെങ്കിൽ നോമ്പറക്കാൻ നേരത്തെ ചിലപ്പം തലകറങ്ങി വീണുണ്ടാവും. അവിടെ ബാങ്ക് വിളിക്കാൻ ആളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ബാങ്ക് കൊടുക്കാനല്ല കണക്ക്, സമയമാകുന്നുള്ള കണക്ക്. അവനാണ് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വാച്ചനെ കൂടെ കൊണ്ടുനടക്കുക. ആ വാച്ചനെ ഫുൾ ടൈം ഫുൾ റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കുക. വസ്വാസ് കാണിക്കാതിരിക്കുക. ധൃതി കാണിക്കൽ വിശ്വാസിയുടെ ലക്ഷണമാണ്. ധൃതി കാണിക്കാതിരിക്കൽ അത് ജൂതന്റെ നോമ്പാണെന്നാണ്. അസ്തമയശോഭ ഫുള്ള് റെഡിഷ് കളറ് ചക്രവാളത്തിൽ നിന്ന് നീങ്ങിയതിന് ശേഷമേ ജൂതന്മാർ നോമ്പ് തുറന്നിരുന്നുള്ളൂ. ആ ഒരവസ്ഥ ഉണ്ടാകുവാൻ പാടുള്ളതല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഫ്തറു ഖബ്ല അൻ യുസല്ലിയ അലാ റുതബാത്തിൻ ഫഇൻ ലം തകുൻ റുതബാത്തുൻ ഫതുമൈറാത്ത് ഫഇൻ ലം തകുൻ തുമൈറാത്തുൻ ഹസബാത്തിൻ മിൻ മാ. റസൂലുള്ളാഹ് നോമ്പ് തുറക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് റുതബാത്തുകളായിരുന്നു എന്ന്. പഴുത്ത് പാകമായ ഈത്തപ്പഴം, അതാണ് നോമ്പ് തുറക്കാൻ വേണ്ടി ഫസ്റ്റ് പ്രയോറിറ്റി, ഒന്നാമത്തെ മുൻഗണന നൽകേണ്ടത്. ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ, ലഭ്യമല്ലെങ്കിൽ ചവർപ്പുള്ള ലൈറ്റ് മധുരമുള്ള തമ്ര ഉപയോഗിക്കുക. അതും കിട്ടിയില്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ഇറക്കി വെള്ളം കൊണ്ട് നോമ്പ്. മുമ്പിലെല്ലാം ഉണ്ടാകും, പച്ചവെള്ളം ഉണ്ടാകും, ജ്യൂസ് ഉണ്ടാകും, ഫ്രൂട്ട്സ് ഉണ്ടാകും. ഈത്തപ്പഴം കൊണ്ട് ആരംഭിക്കുക എന്നത് അത് സുന്നത്തിൽ പെട്ടതാകുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. ആ സമയത്തുള്ള പ്രാർത്ഥന അറിയാത്ത ആളുകൾ എഴുതി വെച്ച് ചൊല്ലി കാണാതെ പഠിച്ച് നോമ്പ് തുറക്കുന്ന സമയത്ത് മറക്കാതിരിക്കുക. പോയിരിക്കുന്നു. നാടി ഞരമ്പുകളൊക്കെ നനഞ്ഞിരിക്കുന്നു. പ്രതിഫലം ഉറച്ചിരിക്കുന്നു ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ. ഈ ദുആ ചെയ്യല എല്ലാം ആർക്കും സമയം ഉണ്ടാവില്ല. അങ്ങോട്ട് വെള്ളെടുത്തോർത്ത് ഇങ്ങോട്ട് വെള്ളെടുത്തോർത്ത്, അങ്ങോട്ട് സമൂസ, അവിടെ തണ്ണിമത്തം, ഈ വക വർത്താനത്ത് ശൈത്താൻ സമ്മതിക്കില്ലേ. ഒരു ഹൈറും ചെയ്യാൻ ശൈത്താനെ കുറിച്ച് നല്ല ബോധം ഉണ്ടാവും. സൈലന്റ് ആവുക. പ്രത്യേകിച്ച് നോമ്പ് തുറ പള്ളികളൊക്കെ നോമ്പ് തുറയും പ്രോഗ്രാമുകളൊക്കെ നടന്ന സമയത്ത് വലിയ ബഹളം, തിന്നുന്ന നടന്ന് ഒരു നന്മക്ക് വേണ്ടി കുറേ തിന്മ ചെയ്യുന്നൊരവസ്ഥ. നമ്മൾ ഗസ്റ്റായി കല്യാണത്തിനാണെങ്കിലും നോമ്പുറക്കാണെങ്കിലും നമ്മൾ ഗസ്റ്റായി വിളിച്ച ആളുകൾ, നോമ്പുറക്കാൻ പള്ളിയിലേക്ക് വിളിച്ച ആ ആളുകളെ ഇരുത്തി ഭക്ഷണം കൊടുക്കാൻ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രം പണിയെടുത്താൽ. കുറെ തിന്മക്കുള്ള അവസരം ഉണ്ടാക്കാൻ ഇരിക്കാൻ സ്ഥലമല്ല. പിന്നെ ആൾക്കാർ എന്ത് ചെയ്യാം, കരങ്ങനെ നിന്നിട്ടും നടന്നിട്ടൊക്കെ ഭക്ഷണം കഴിക്കും. ഇടത്തെ കൈ കൊണ്ടും തിന്നും, നിന്നിട്ടും കുടിക്കും. ഈ വക തിന്മയുടെ സാഹചര്യത്തിൽ നിന്ന് മോചിതരാവേണ്ടതുണ്ട്. ദുആഇനെ മറക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിച്ചാലുള്ള ദുആകൾ നിരവധി ദുആകൾ. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ തആം വറസഖനി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ്വ അൽഹംദുലില്ലാഹി കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഗൈറ മക്ഫിയിൻ വലാ മുവദ്ദഇൻ വലാ മുസ്തഗ്നൻ അൻഹു റബ്ബന അൽഹംദുലില്ലാഹില്ലദീ അത്അംത വസഖൈത വഖനൈത വഗനൈത വഹദൈത വലക്കൽ ഹംദ ലാ മഅതി. നിരവധി 10ഓളം വരുന്ന പ്രാർത്ഥനകൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്നു. എല്ലാം പഠിച്ചു. അള്ളാഹുവിനെ ധാരാളമായി സ്തുതിച്ചു പുകഴ്ത്തുന്ന, നന്ദി പറയുന്ന വാചകങ്ങൾ ആ പ്രാർത്ഥനകളിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ ആ തുറപ്പിച്ചവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അഫ്തറ ഇൻദകുമുസ് സായിമൂൻ വഅകല തആമുകുമുൽ അബ്റാർ വസല്ലത അലൈക്കുമുൽ മലായിക. നിങ്ങളുടെ അടുക്കൽ വെച്ച് അഫ്തറ ഇൻദകുമുസ് സായിമൂൻ, നോമ്പുകാർ നിങ്ങളുടെ അടുക്കൽ വെച്ച് നോമ്പ് തുറന്നിരിക്കുന്നു. വഅകല തആമുകുമുൽ അബ്റാർ, പുണ്യവാന്മാർ നിങ്ങളുടെ ഭക്ഷണം കഴിച്ചിരിക്കുന്നു. വസല്ലത അലൈക്കുമുൽ മലായിക, മലക്കുകളുടെ പ്രാർത്ഥന, കാവല്, രക്ഷയും സമാധാനം നിങ്ങൾക്കുണ്ടാവട്ടെ. ഈ പ്രാർത്ഥന റസൂലുള്ളാഹി എപ്പോഴാണ് പ്രാർത്ഥിച്ചെന്ന് അറിയാം? ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രാർത്ഥിച്ചു. കഥ കേട്ടിട്ടുണ്ട് എല്ലാവരും അല്ലേ? റസൂലുള്ളാഹി ഭക്ഷണം ഇല്ലാണ്ട് ബുദ്ധിമുട്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വഴിയിൽ വെച്ച് അബൂബക്കറിനെ കണ്ട്, അബൂബക്കറിനും പിന്നെ ഉമറിനെ കണ്ട്, 3 ആളും കൂടിയിട്ട് അൻസാരി സഹാബിയുടെ വീട്ടിലേക്ക് പോയി. രാവിലെ മുതൽ ഉച്ചവരെ
നട്ടുച്ചവരെ ഭക്ഷണമൊന്നും കഴിക്കാതെ 3 പേരും പ്രയാസപ്പെട്ട ആ വീടിനകത്തേക്ക് ചെന്ന് പ്രവാചകന് വേണ്ടി അവർ പ്രത്യേകമായ സദ്യ ഒരുക്കി, റൊട്ടി ഉണ്ടാക്കി കൊടുത്ത്, ആടിനെ അറുത്ത്, ആടിനെ കറി വെച്ച് കൊടുത്ത്, പൊരിച്ചു കൊടുത്ത്, വിഭവ സമൃദ്ധമായി ഭക്ഷണം കഴിച്ച് ആ വീട്ടിന്റെ പുറത്തേക്ക് വന്ന് ഇറങ്ങിയപ്പോൾ റസൂലുള്ളാഹി വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന, അഫ്തറ ഇൻദകുമു സ്വാഇമൂൻ, നോമ്പുകാർ 2 മണി വരെ പട്ടിണിയായിരുന്നു. 2-3 മണി ഉച്ചക്ക് ആ സമയം വരെ നോമ്പുകാർ നിങ്ങളുടെ വീട്ടിൽ വെച്ച് നോമ്പ് തുറന്നിരിക്കുന്നു. നോമ്പല്ലാത്ത സന്ദർഭത്തിലും ഒരാൾ കല്യാണത്തിന്, വിരുന്നിന്, സൽക്കാരത്തിനൊക്കെ വിളിച്ചാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖതഹും വഗ്ഫിർ ലഹും വർഹംഹും അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വസ്ഖി മാ സഖാനി തുടങ്ങിയുള്ള പ്രാർത്ഥന നിർഭരമായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത്. നോമ്പ് തുറ പൂർത്തിയായി കഴിഞ്ഞാൽ രാത്രിയിൽ നിർവഹിക്കുവാനുള്ളത് ഖിയാമുൽ ലൈലാണ്. ഇതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടതില്ല. അതിന്റെ ഹുക്മുകൾ, ഫിഖ്ഹുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, നോമ്പ് നിർബന്ധമില്ലാത്ത ആളുകൾ എന്നൊക്കെ തുടങ്ങി സംശയമുള്ള ആളുകളൊക്കെ പഠനത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ അവലംബിക്കുകയും ഒരു കർമ്മത്തിലേക്ക് വേണ്ടിയുള്ള ഒരു നല്ല ഒരുക്കം, പുണ്യങ്ങളുടെ പൂക്കാലമാണ് വരാനിരിക്കുന്നത്. ജീവിതത്തിലെ സകലമായ തിന്മകളും മായ്ക്കപ്പെട്ട് നന്മകൾ ധാരാളമായി ചെയ്തുകൊണ്ട് അഖ്ബിൽ അഖ്ബിൽ, നിങ്ങൾ മുന്നോട്ട് വരൂ എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു മുന്നണിയിലേക്ക് നോമ്പ് മുഖേന, റമദാൻ മാസത്തിലെ കർമ്മങ്ങൾ മുഖേന നമുക്ക് അല്ലാഹുവിലേക്ക് എത്തേണ്ടതുണ്ട്. ഈ ഒരു നോമ്പ് അടുത്ത ഒരു കൊല്ലത്തെ ഒരു നോമ്പ് ഒരു പക്ഷേ ജീവിതത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ലഭ്യമാകുന്ന അവസരത്തിൽ ഒരു ചാൻസ് കിട്ടിയാൽ ആ ചാൻസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഗുണമായി. പ്രവാചകന്റെ കൂടെ ഇങ്ങനെ ഖിദ്മത്തെടുത്ത് നടക്കുക റബീഅത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ ചെരുപ്പ് എടുത്ത് കൊടുക്കുക, ഒളു എടുക്കാൻ വെള്ളം എടുത്ത് കൊടുക്കുക. റസൂലുള്ളാഹിനോട് രാത്രി ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഹുജറയിൽ പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ആ പള്ളിന്റെ ഓരത്ത് അവിടെ കിടന്നുറങ്ങും. റസൂലുള്ളാഹി രാത്രി ഉണർന്ന് എണീറ്റ് വരുമ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഖിദ്മത്ത് ചെയ്തു. വല്ലാണ്ട് പിറകെ നടക്കുന്ന കണ്ടപ്പോൾ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി ചോദിച്ചു, റബീഅ എന്തെങ്കിലും വേണമെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, വല്ല പൈസ സഹായം എന്തെങ്കിലും. റബീഅ എടുത്ത പാടാൻ എനിക്ക് സ്വർഗം മതി. ഇത് വല്ലാത്തൊരു ചോദ്യമാണ്. ചാൻസ് എന്താ വേണ്ടതെങ്കിൽ ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോ എനിക്ക് സ്വർഗം മതി. ആരെങ്കിലും പറഞ്ഞിട്ട് ചോദിച്ചാണോ? അല്ല, ഞാൻ സ്വയം തീരുമാനം എടുത്തിട്ട് ചോദിച്ചതാണ്. ശരി, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാം, നീ എന്നെ സഹായിക്കണം. ബികസറത്തി സുജൂദ്, സുജൂദ് വർദ്ധിപ്പിക്കാൻ, വെറുതെ സുജൂദ് കിടക്കാനല്ല, ധാരാളം നിസ്കരിക്കാൻ. റബീഅ റളിയല്ലാഹു അൻഹു ധാരാളമായി നിസ്കരിച്ചാൽ ആ ഒരു നമസ്കാരത്തെ അള്ളാഹുവിന്റെ അടുക്കൽ കബൂൽ ചെയ്യപ്പെടുന്നതിന് വേണ്ടി റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയും ചെയ്ത രണ്ടും കൂടി ഇങ്ങനെ മാച്ച് ചെയ്യുമ്പോൾ റബീഅ റളിയല്ലാഹു അൻഹു സ്വർഗം കിട്ടും. അത്ര റസൂലുള്ളാഹി ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാന്നൊക്കെ പറയണ വിവരമില്ലാത്ത മൗലവിമാരൊക്കെ നാട്ടിലുണ്ട്. ആ വഴിക്ക് ചിന്തിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞത് ചരിത്രത്തിനൊരു എക്സാമ്പിൾ. ഒരു ചാൻസ് കിട്ടുമ്പോൾ ആ ചാൻസിനെ ഏറ്റവും ഉന്നതമായ നിലക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ള പരിശുദ്ധ റമദാനിനെ സമ്പൂർണമായി ഉപയോഗപ്പെടുത്തുവാനുള്ള പരിശ്രമവും കഠിനാധ്വാനവും തൗഫീഖിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിൽ ജീവിക്കാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാണ്. ആരോഗ്യത്തോടുകൂടി അമലുകളെ വർദ്ധിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ സർവമാന പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് നമുക്ക് മുൻപ് മരണപ്പെട്ടു പോയ വാപ്പമാര്, ഉമ്മമാര്, ജ്യേഷ്ഠാനുജ സഹോദരന്മാർ, ഭാര്യമാർ, ഭർത്താക്കൾ, മക്കൾ, നമ്മുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, ഉമറാക്കൾ, ഉലമാക്കൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുകയും അവന്റെ സ്വർഗ്ഗങ്ങളിൽ ഏറ്റവും ഉന്നതമായ ജന്നത്തുൽ ഫിർദൗസിൽ അവൻ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وصلى الله على محمد وسلم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.